പ്രിയ പ്രേക്ഷകരെ, പൊളിറ്റിക്കൽ മാസിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയിലാണ്. എറണാകുളം ജില്ല ഇപ്പോൾ നമ്മൾ കവർ ചെയ്യുന്നു. ഈ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ മാത്രം നമ്മൾ ഒതുങ്ങുന്നില്ല, പൊതു വിഷയങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് അങ്ങ് ഉച്ചസ്ഥായിലാണ്. പക്ഷേ ഒന്ന് തണുപ്പിക്കാൻ ഈ തൃപ്പൂണിത്തുറയിലും പരിസര പ്രദേശത്തുമൊക്കെ ഒരു മഴ പെയ്ത് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ആശ്വാസമുണ്ട് ആ ചൂടിന്. ഇന്നിപ്പോൾ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് UDF നിന്ന് ജിൻഷാദ് ജിന്നാസ് ആണ് പങ്കെടുക്കുന്നത്. LDF നിന്ന് അഡ്വക്കേറ്റ് TV അനിതയുണ്ട്. NDIയിൽ നിന്ന് ശ്രീകുട്ടൻ തുണ്ടത്തിലുമാണ്. നേരെ ജിൻഷാദ് ജിന്നാസിലേക്ക്. ഇവിടെ സിറ്റിംഗ് നമ്മൾ തൃപ്പൂണിത്തുറയിൽ നിന്നാണ് സംസാരിക്കാൻ പോകുന്നത്. ഇത് UDFൻ്റെ ഒരു സിറ്റിംഗ് മണ്ഡലമാണ്. അതൊക്കെ കൊണ്ട് ജിൻഷാദിൽ നിന്ന് തുടങ്ങാമെന്ന് കരുതി. ഇപ്പോൾ ഓരോ ദിവസവും ഓരോ വിഷയങ്ങളും ഇങ്ങനെ മാറി മറിഞ്ഞു വരികയാണ്. ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ വന്നപ്പോൾ വീണ്ടും സ്വർണ്ണക്കൊള്ളയിലേക്ക് വിഷയത്തെ തിരിച്ചു വച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമാകുന്നത് അതൊക്കെ ആയിരിക്കുമോ? എന്തുകൊണ്ട് UDF ജയിക്കണം ഈ തെരഞ്ഞെടുപ്പിൽ? ഒരു 3 മിനിറ്റിൽ പറഞ്ഞ് അവസാനിപ്പിക്കും. ശ്രീ ഹർഷൻ, ആദ്യം ഈ കേരളത്തിൽ 10 വർഷമായി മുഖ്യമന്ത്രിയായിട്ടുള്ള സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മുന്നണി, അവർ പോലും അവരുടെ വികസനമല്ല ഇവിടെ ചർച്ച ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നത്. അവർ മതങ്ങളെ തമ്മിലടിപ്പിച്ചും മതധ്രുവീകരണം ഉണ്ടാക്കിയാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് കടന്നിട്ടുള്ളത്. അവരുടെ പരസ്യവാചകങ്ങളിൽ പോലും അവർ നടത്തിയ 10 വർഷത്തെ വികസനത്തെക്കുറിച്ച് പറയുന്നില്ല. അവർ ക്യാപ്റ്റൻ പിണറായി വിജയനെന്നും ഏകാധിപതിയായ പിണറായി വിജയൻ്റെ വലിയ കട്ടൗട്ടർ സർക്കാർ ചെലവിൽ ലോകം മുഴുവൻ വെച്ചിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. പിന്നെ രാഹുൽ ഗാന്ധി ഇവിടെ ശബരിമലയെക്കുറിച്ച് താങ്കളിപ്പോൾ ചോദിച്ചു. ഞാൻ അതിനകത്തേക്ക് വരാം. അതിന് മുന്നേ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ 2 മുന്നണികളാണ് പ്രധാനമായി മത്സരിക്കുന്നത്. മൂന്നാമത് NDA മുന്നണിയുണ്ട്. അവർക്കും ഇതുപോലെ മറ്റേ ചെറുതും വലുതുമായ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ കൂട്ടത്തിലുണ്ട്. ഇപ്പോൾ കേരളത്തിൽ പിണറായി വിജയൻ UDFനെ അറ്റാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയെ വെച്ചുകൊണ്ടാണ്. മുസ്ലിം ലീഗ് എന്തോ വർഗീയവാദികളാണ്, മുസ്ലിം ലീഗ് എന്തോ വലിയ മറ്റ് രാജ്യങ്ങളിൽ കാണുന്ന പോലത്തെ മുസ്ലിം വർഗീയത മാത്രം പറയുന്നവരാണ്, മുസ്ലിമുകൾ ഈ സംസ്ഥാനം പിടിച്ചെടുക്കാൻ പോകുന്നു എന്ന ധ്വനിയോട് കൂടിയാണ് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ എൻ്റെ സ്വന്തം മണ്ഡലം കളമശ്ശേരിയാണ്. ആ കളമശ്ശേരിയിൽ UDF സ്ഥാനാർത്ഥിയെ ഇവർ വേട്ടയാടുന്നത് മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് ഏണി ചിഹ്നമാണ്, വർഗീയതയാണ്, അതൊരു ജമാഅത്ത് ഇസ്ലാമിയും മുസ്ലിം ലീഗും കോൺഗ്രസിനെ വിഴുങ്ങുന്നു എന്ന തരത്തിലാണ്. അവിടെ മന്ത്രി P. രാജീവിൻ്റെ വികസനങ്ങൾ പറയാൻ, അല്ലെങ്കിൽ ഫ്ലെക്സുകളിൽ അദ്ദേഹം 4500 കോടിയുടെ വികസനം പറഞ്ഞാണ് ഈ കളത്തിലേക്ക് ഇറങ്ങിയത്. പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ പുതിയ വികസന രേഖ ഇറങ്ങിയിരിക്കുമ്പോൾ 4000 കോടിയായി. ഒരാഴ്ച കൊണ്ട് 500 കോടിയായി. അടുത്ത ആഴ്ച നമുക്ക് ശരിയായിക്കോളും. ഏകദേശം ആ വോട്ടിങ്ങിന് മുന്നുള്ള പൊളിറ്റിക്കൽ ട്രാക്ക് വരുമ്പോൾ ശരിയായിക്കോളും. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ തൃപ്പൂണിത്തുറ മണ്ഡലത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി വൈപ്പിനിലെ മുൻ MLA ആണ്. അദ്ദേഹം ഇവിടെ വന്നിട്ട് ഞാൻ 5 വർഷം വൈപ്പിനിൽ നടത്തിയ വികസനത്തെക്കുറിച്ച് പറയാൻ അദ്ദേഹം തയ്യാറല്ല. മറിച്ച് അദ്ദേഹം പറയുന്നത് UDF സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന തരത്തിലാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കൊച്ചിയുടെ ഡെപ്യൂട്ടി മേയറായിട്ടുള്ള ദീപക് ജോയി ഹിന്ദു വിശ്വാസിയാണെന്നും ഈഴവ വിഭാഗത്തിൽപ്പെട്ടതാണെന്നും ഇടതുപക്ഷം ഇവിടെ പ്രചരിപ്പിക്കുന്നത് അദ്ദേഹം ക്രൈസ്തവനാണ്, അദ്ദേഹത്തിൻ്റെ പേരിലെ ജോയി കണ്ടില്ലേ ക്രൈസ്തവനാണ് എന്നാണ്. ഇവർ വികസനം ചർച്ച ചെയ്യുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഹിന്ദു ആകട്ടെ, ദീപക് ജോയി ഹിന്ദുവാണെന്ന് നമുക്കറിയാം, ഹിന്ദു വിശ്വാസിയാണെന്നറിയാം. എന്ന് വിചാരിച്ച് അദ്ദേഹം ക്രൈസ്തവ വിരോധിയാണോ? എന്ന് വിചാരിച്ച് അദ്ദേഹം മുസ്ലിം വിരോധിയാണോ? ഇതല്ലല്ലോ ഈ മണ്ഡലങ്ങളിൽ ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ തൃപ്പൂണിത്തുറയുടെ ഭൂമിശാസ്ത്രം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ഭൂമിശാസ്ത്രം വെച്ചിട്ട് ഇവിടെ ഇടതുപക്ഷം സിറ്റിംഗ് MLA, തൊട്ടപ്പുറത്തെ സിറ്റിംഗ് MLAക്ക് വോട്ട് പിടിക്കാൻ പോലും സാധിക്കുന്നില്ല. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ ഇവിടെ എന്തുകൊണ്ട് UDF ജയിക്കണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ രാവ് പുലരുവോളം പറഞ്ഞാലും തീരില്ല. എന്നാലും ഞാൻ ചുരുക്കി പറയാം. 1ാം പിണറായി സർക്കാർ കടന്നു വന്നപ്പോൾ ഒരു സ്ത്രീയുടെ വയറ്റിൽ കത്രിക കുടുങ്ങി. 2ാം പിണറായി സർക്കാർ വന്നപ്പോൾ ആ കത്രിക എടുത്ത് പുറത്തു വെച്ചു. ആ 2ാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് ഒരു പാവപ്പെട്ട പെൺകുട്ടി സർക്കാർ ആശുപത്രിയിൽ കൈ പരിക്ക് പറ്റിയതിൻ്റെ ചികിത്സയ്ക്ക് പോയി. ആ പെൺകുട്ടിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നു. ആ മുറിച്ചു മാറ്റപ്പെട്ട പെൺകുട്ടി, നഷ്ടമായ പെൺകുട്ടിക്ക് ഒരു ചികിത്സാ സഹായം കൊടുക്കാൻ ഇടത് സർക്കാർ തയ്യാറായില്ല. മറിച്ച് ആ കുട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടി വന്നത്, അതിന് വെപ്പ് കൈ വെച്ചു കൊടുത്തത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. 5 വർഷം മുന്നേ കത്രിക കുടുക്കിയ ആ സ്ത്രീക്ക് അമൃത ആശുപത്രിയിൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്തത്
കൊടുത്തത് KC വേണുഗോപാലാണ്. നമുക്ക് നിങ്ങളുടെ പഴയകാല മാധ്യമപ്രവർത്തക ഇപ്പോഴത്തെ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയുടെ പെടലി കുളിക്കിയ കഥയും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവർ വികസനം ഫ്ലെക്സുകളിലൂടെ മാത്രം മുന്നോട്ട് പോകുമ്പോൾ ഇവിടുത്തെ ചെറുപ്പക്കാർ വിദേശ രാജ്യത്തേക്ക് ഒരു കുത്തൊഴുക്ക് പോലെ പോകുമ്പോൾ ഇവിടെ കൂളിമാട് പോലെയുള്ള ഫ്ലൈ ഓവറുകളും പാലങ്ങളും തകർന്നു വീഴുമ്പോൾ തൊട്ടപ്പുറത്തെ പാലാരിവട്ടം പാലം നമ്മളെ നോക്കി ചിരിക്കുകയാണ് ഇപ്പോഴും. കാരണം ഞാൻ തകർന്നിട്ടില്ല, ഞാൻ വീണിട്ടില്ല. VK ഇബ്രാഹിം കുഞ്ഞെന്ന് പറയുന്ന മുൻ മന്ത്രിയെ വേട്ടയാടിയതും ഇതേ പാലത്തിന്റെ പേരിലാണ്. ആ പാലം തകർന്നിട്ടില്ല. ഞാൻ പറഞ്ഞത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രദേശങ്ങളിൽ പാലം തകർന്നതും ഉൾപ്പെടെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് ഈ പറഞ്ഞ വിഷയങ്ങളുടെ മറുപടിയിലേക്ക് പോയാൽ പെട്ടെന്ന് നമുക്ക് ആ ചർച്ചയെ ആ നിലയ്ക്ക് അങ്ങ് കൊണ്ടുപോകാം. അതിനപ്പുറത്ത് എന്തുകൊണ്ട് മറുപടി പറയാനുണ്ട്. ഇവിടെ UDFന്റെ പ്രതിനിധി പറഞ്ഞു, ഇവിടെ വർഗീയതയാണ്, മതമാണ് ഇടതുപക്ഷം പറയുന്നത്, വികസനം ചർച്ച ചെയ്യാനില്ല എന്ന്. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ ആരാണ് മതത്തെക്കുറിച്ച് പറഞ്ഞത്, ആരാണ് വർഗീയത പറഞ്ഞത്? ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറ്റവും പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്നത് കേരളത്തിൽ നടപ്പിലാക്കിയ വികസനമാണ്. ഒന്നാം പിണറായി ഗവൺമെൻറ് വീണ്ടും രണ്ടാമത് അധികാരത്തിൽ വന്നത് ഈ കേരളത്തിൽ നടപ്പിലാക്കിയ വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് UDFന്റെ അന്നത്തെ നേതാവ് സുധാകരനടക്കം അവരുടെ കമ്മിറ്റികളടക്കം ചർച്ച ചെയ്ത് പുറത്തേക്ക് വന്നിട്ടുള്ളതാണ്. വികസനം പറഞ്ഞ് വോട്ട് പിടിക്കാൻ നല്ല നട്ടെല്ലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPIM. മതം പറയുന്നത് ഇപ്പോൾ UDF ആണ്. നമുക്ക് കാണാൻ കഴിയല്ലോ. ഇപ്പോൾ കളമശ്ശേരിയെക്കുറിച്ച് പറഞ്ഞു. കളമശ്ശേരി മണ്ഡലത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ പറയേണ്ട കാര്യമില്ല. ആ മണ്ഡലത്തിനകത്ത് സഖാവ് P രാജീവിനെ പോലെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കാൻ ഇടതുപക്ഷം ഒരു ആവേശം കാണിച്ചെങ്കിൽ അവിടെ നടത്താൻ കഴിയുന്ന നടത്തിയ വികസന പ്രവർത്തനങ്ങളും അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളുമാണ്. ഒരുപാട് കാര്യങ്ങളോട് പറയാനുണ്ട്. ഇവിടെ കത്രിക വെച്ചതും വയറ്റിൽ കുടുങ്ങിയതും ഒക്കെ പറഞ്ഞല്ലോ. ഒറ്റ കാര്യമുള്ളൂ, വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് ഇവർ കത്രിക വെച്ചതും വയറ്റിൽ കുടുങ്ങിയതേ കാണുന്നുള്ളൂ. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റിയതും അതുപോലെ താലൂക്ക് ആശുപത്രികളാക്കി മാറ്റിയതും മെഡിക്കൽ കോളേജുകളാക്കി മാറ്റിയതും ഇന്ത്യയിൽ ആദ്യമായി അവയവമാറ്റ ശസ്ത്രക്രിയ നടത്താൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഒരു ആശുപത്രിക്ക് തുടക്കമിട്ടതും കാണാൻ ഇവർക്ക് നേരമില്ല. പിന്നെ പാലാരിവട്ടം പാലം ചിരിച്ചു നിൽക്കുകയാണ്, ഉയർന്നു നിൽക്കുന്നത് എങ്ങനെയാ? അത് UDFന്റെ മഹത്വമല്ല, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്ന് പൊളിച്ച് പണിതതിന് ശേഷമാണ് അങ്ങനെ മഹത്വത്തോടെ നിൽക്കാൻ കഴിയുന്നത്. ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾക്ക് വികസനം ചർച്ച ചെയ്യണമെന്നാണ്. പക്ഷേ ഈ കേരളത്തിൽ വികസനം ചർച്ച ചെയ്യാൻ ആരാ സമ്മതിക്കാത്തത്? UDF അല്ലേ? ഒരു കനകോലി ഇറങ്ങിയിട്ടുണ്ട്, കുറെ നുണകൾ പ്രചരിപ്പിച്ചാൽ വികസനം ചർച്ചയാവില്ല. അതുകൊണ്ട് നിങ്ങൾ നുണകൾ പ്രചരിപ്പിക്കൂ. അങ്ങനെ വികസനം ചർച്ചയാവാതിരിക്കാൻ ഓരോ ദിവസവും പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങൾക്ക് ഓരോ വിഷയങ്ങൾ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വയനാടുണ്ടായ സംഭവം പോലും നമുക്കറിയാലോ. അവിടെ വീട് പണിത് കൊടുക്കാൻ തയ്യാറായിട്ടില്ല. 100 വീട് കോൺഗ്രസ്, 30 വീട് യൂത്ത് കോൺഗ്രസ് പ്രത്യേക ആപ്പ് പണം പിരിച്ച് ആ പണം എവിടെ പോയി? ഈ ചോദ്യമായിട്ട് ആളുകൾ നടക്കല്ലേ? അതിന് നുണയല്ലേ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ വികസനം ചർച്ച ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൃത്യമായിട്ട് UDFനാണ്. ഇവിടെ വർഗീയത പറഞ്ഞ് മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്നത് UDF ആണ്. ഇടതുപക്ഷത്തിന് കൃത്യമായിട്ട് വികസനം പറഞ്ഞ് വോട്ട് പിടിക്കാനുള്ള ശേഷിയുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ തൃപ്പൂണിത്തുറയിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത, തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി NDA ഭരിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ BJP ഭരിക്കുന്നു എന്നുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയ്ക്ക് പലയിടത്തും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് BJPയും NDAയും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഈ BJP CPIM ഡീൽ എന്നുള്ളതാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം. ആ നിലയ്ക്കാണോ ഈ ചർച്ചകൾ പോകുന്നത്? അതിനനുസരിച്ചായിരിക്കുമോ കാര്യങ്ങളുടെ ഒരു റിസൾട്ട് വരിക? എന്തുകൊണ്ട് BJP വിജയിക്കണം? അല്ല, ഇതിൽ പറഞ്ഞു തുടങ്ങിയത്, ഇതിപ്പോൾ ഇവിടെ ചർച്ച തുടങ്ങുന്നത് തന്നെ മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുന്നണി സംവിധാനത്തിൻ്റെ വക്താവ് തുടങ്ങിയത് സ്വാഭാവികമായിട്ടും ആ വിഷയത്തെ സംബന്ധിച്ച് തുടങ്ങി. അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് അതിനെ തുടർന്ന് LDFൻ്റെ ആളും അതിനെപ്പറ്റി തന്നെയാണ് സംസാരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, ഞങ്ങൾ തൃപ്പൂണിത്തുറ ഇന്ന് ഭരിക്കുന്ന കക്ഷിയാണ്. ഞങ്ങൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തൃപ്പൂണിത്തുറ ഭരിക്കുന്ന കക്ഷി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വികസന കാഴ്ചപ്പാട് ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ അവതരിപ്പിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഞങ്ങൾക്കിന്ന് ഭരണം ലഭിച്ചിട്ടുള്ളത്. ആ ഭരണം ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വികസനത്തെ സംബന്ധിച്ചിട്ടാണ്. വികസനത്തെ സംബന്ധിച്ചിട്ടുള്ള ചർച്ച ഞങ്ങൾ പ്രത്യേകിച്ച് ഒരു യുവാവ് എന്നുള്ള നിലയിൽ ഞാനിവിടെ പങ്കെടുക്കുമ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഇവിടെ വികസനത്തെക്കുറിച്ചുള്ള ഒരു ചർച്ച നടക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇവിടെ അതിനു വേണ്ടിയിട്ടുള്ള യാതൊരുവിധ തയ്യാറെടുപ്പുമല്ല. ഇവിടെ വരുന്നവർ തന്നെ ചർച്ച ചെയ്യുന്നത് എന്താണ്?
മതമാണ് ചർച്ച ചെയ്യുന്നത്. അഴിമതി ഇവിടെ ഓരോ ദിവസവും ഇവിടത്തെ മാറി മാറി ഭരിച്ചിട്ടുള്ള 7 പതിറ്റാണ്ടായി മാറി മാറി ഭരിച്ചിട്ടുള്ള ഇടത് വലത് മുന്നണികൾ ഇവിടെ നടത്തിയിട്ടുള്ള കെടുകാര്യസ്ഥതയെക്കുറിച്ച്, അതുമൂലം ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അനുഭവിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച്, ഇവിടെ തൊഴിലില്ലായ്മയെക്കുറിച്ച്, അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ആ വിഷയത്തിലേക്ക് ചർച്ച പോട്ടെ എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ചോദിച്ചതുപോലെ ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്, അതിൻ്റെ ആത്മവിശ്വാസമുണ്ട്. ആ ആത്മവിശ്വാസം എന്ന് പറയുന്നത് തൃപ്പൂണിത്തുറ ഇന്ന് ഭരിക്കുന്നു എന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. തൃപ്പൂണിത്തുറ ഇന്ന് ഭരിക്കുന്നത് NDA ആണ്, BJP ആണ്. ആ ആത്മവിശ്വാസത്തിൽ നിന്ന് തന്നെ നേരത്തെ ചോദിച്ചതുപോലെ തൃപ്പൂണിത്തുറയിൽ നിന്ന് NDAയുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറയുമ്പോൾ അതിനൊരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. തൃപ്പൂണിത്തുറക്കാരിയായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഈ NDA സ്ഥാനാർത്ഥി മാത്രമാണ്. അതുകൂടി ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞങ്ങളുടെ മുമ്പിലുണ്ട്. ഒരു സ്ത്രീ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് NDA സ്ഥാനാർത്ഥി മാത്രമാണ്. ഇതെല്ലാം കൈമുതലാക്കി ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസത്തിൽ ഈ ഇലക്ഷനെ നേരിടാൻ സാധിക്കും, ജയിക്കാൻ സാധിക്കും. റൈറ്റ്. അപ്പോൾ ഇതിനകത്ത് ഈ മതം ഒരു പ്രശ്നമാണ് എന്ന് പറയുന്നുണ്ടല്ലോ. ഈ ആരോപണം ഇവർ രണ്ടുപേരും തിരിച്ചു വെച്ചിരിക്കുകയാണ് UDFന് നേരെ. കാരണം മതമാണ് പ്രശ്നമെന്ന് പറയുന്ന നേതാവ് അടക്കം നിങ്ങളുടെ കൂടെയാണെന്ന് പറയുന്നു. ഈ തൊട്ടടുത്ത് പാലക്കാട് മണ്ഡലത്തിൽ അടക്കം ഈ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് എന്ന് പറയാൻ ചൂണ്ടിക്കാട്ടുന്നത് എന്താണ്? റസാഖിനെ സ്ഥാനാർത്ഥിയാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള NMR റസാഖിൻ്റെ സ്ഥാനാർത്ഥിത്വം അടക്കമുള്ള വിഷയങ്ങളാണ്. അപ്പോൾ ഈ മതത്തെ ആ നിലയ്ക്ക് ചർച്ചയാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ ആ തരത്തിൽ മതത്തെ ചർച്ചയാക്കാൻ ശ്രമിച്ചതല്ല. NMR റസാഖിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ ഞങ്ങൾ പറഞ്ഞു വെച്ചത് അവിടെ ഇടതുപക്ഷത്തിന് അതിലും മികച്ച സ്ഥാനാർത്ഥികളുണ്ട്. എന്തുകൊണ്ടാണ് അവരുടെ ഇപ്പോൾ ഡോക്ടർ P. സരിൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ താങ്കൾ ഉൾപ്പെടെ അവിടെ ഉണ്ടായതാണല്ലോ. എന്താണ് അവർ പറഞ്ഞത്? ഞങ്ങളുടെ വോട്ട് കഴിഞ്ഞ സരിൻ മത്സരിക്കുന്നതിന് മുന്നേ ഷാഫി പറമ്പിൽ മത്സരിച്ചപ്പോൾ ലഭിച്ചതിനേക്കാൾ 500 വോട്ട് കൂടി എന്നാണ് CPM പറഞ്ഞത്, അല്ലേ? എന്നാണ് CPM പറഞ്ഞത്. അപ്പോൾ സരിൻ അവരുടെ CPMൻ്റെ വാദത്തിൽ സരിൻ മോശമായിരുന്നില്ല പെർഫോമൻസ് എന്നാണല്ലോ. എന്തുകൊണ്ട് അവർ സരിനെ നിർത്താതെ NMR റസാഖിനെ നിർത്തി എന്ന് ചോദിച്ചാൽ കേരളത്തിലെ CPMൻ്റെയും BJPയുടെയും അജണ്ട കോൺഗ്രസിനെയും UDFനെയും അധികാരത്തിൽ വരാതിരിക്കുക എന്നതാണ്. അതിൻ്റെ ഒന്നാമത്തെ കാരണമാണ്. പറഞ്ഞു തീർക്കട്ടെ. അതിന് ഒന്നാമത്തെ കാരണമാണ് ഈ പറഞ്ഞതുപോലെയുള്ള മഞ്ചേശ്വരത്തെ SDPIയുടെ സ്ഥാനാർത്ഥി വരുന്നതും. ഞങ്ങൾ ആ മഞ്ചേശ്വരത്തെ SDPI ഞങ്ങൾ വെല്ലുവിളിച്ചതാണ്. നിങ്ങൾ മത്സരിച്ചോ, ഞങ്ങൾക്കൊരു കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ പോരാട്ടത്തിന് ഉറച്ചിറങ്ങിയിട്ടുള്ള ആൾക്കാരാണ്. ഇവിടെ പാലക്കാട് ഇവർ ഈ കൂട്ടുകച്ചവടം വെക്കുന്നു. അതുപോലെ ആറന്മുളയിൽ ഇവർ BJPയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ CPM BJPയും ധാരണയുണ്ടാക്കുന്നു. നിയമസഭ സ്ഥാനാർത്ഥിക്ക് ധാരണയുണ്ടാക്കുന്നു. ഇപ്പോൾ BJPയുടെ പ്രതിനിധി എന്താ ഇവിടെ പറഞ്ഞത്? ഇവിടെ തൃപ്പൂണിത്തുറയിൽ സ്ഥാനാർത്ഥികളിൽ തൃപ്പൂണിത്തുറക്കാരിയായിട്ടുള്ളത് അവരുടെ സ്ഥാനാർത്ഥി മാത്രമാണെന്ന്. മനുഷ്യ, ആദ്യം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ സ്ഥാനാർത്ഥിയൊന്നുമല്ല, 2020 വാടക എടുത്തിട്ടുള്ള സ്ഥാനാർത്ഥിയാണ്. അതെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നേമത്തെ ഇവരുടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണല്ലോ. അദ്ദേഹം നിയമംകാരനാണോ? അങ്ങനെ നോക്കിയാൽ കുമ്മനം ആറന്മുളയിൽ മത്സരിക്കുന്നുണ്ട്. കുമ്മനം ആറന്മുളക്കാരനാണോ? ഒരു ലോജിക്കില്ലാതെ കേരളത്തിലെ ഇത് പാൽ സൊസൈറ്റിയിലെ തെരഞ്ഞെടുപ്പല്ല, ഇത് കേരളത്തിലെ നിയമസഭയിലെ തെരഞ്ഞെടുപ്പാണ്. പാൽ സൊസൈറ്റി ആണെങ്കിൽ നമുക്ക് പറയാം, ആ പാൽ സൊസൈറ്റിയുടെ കേന്ദ്രത്തിൽ മാത്രമുള്ളവർക്ക് മത്സരിക്കാൻ പറ്റുള്ളൂ. ഇത് ഈ കേരളത്തിൽ ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും മത്സരിക്കാം. മറ്റൊരു പ്രശ്നങ്ങൾക്ക് മറുപടി അവിടെ നിന്ന് വന്നിരുന്നു. അതെന്താണ്? ഈ പറയുന്ന വികസനം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല എന്ന്. ഇപ്പോൾ ഈ പ്രോഗ്രസ് റിപ്പോർട്ട് അടക്കം മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിട്ട് പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കുന്നു. ആ വിഷയത്തിലേക്ക് ചർച്ച വരുന്നുമുണ്ട്. പ്രതിപക്ഷ നേതാവ് ഇന്ന് നിങ്ങൾ മാധ്യമം കണ്ടില്ലേ? ഇത് മാധ്യമം നിങ്ങൾ കണ്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ഭുതമാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ, സമയം പറയുക, ഡേറ്റ് പറയുക, സ്ഥലം പറയുക, ഞാൻ റെഡി എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് റെഡി. മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി റെഡിയാവുമോ? മുഖ്യമന്ത്രി റെഡിയാവുമോ? ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു തീർക്കാം. കളമശ്ശേരിയിലെ കുറിച്ച് പറഞ്ഞു. പൊന്നൻ സഹോദരി, കളമശ്ശേരിയിൽ വന്നിട്ട് നിങ്ങളിത് പറയരുത്. കാരണം നിങ്ങളുടെ നല്ല സഖാക്കളുണ്ടല്ലോ, ഏത് കോർപ്പറേറ്റ് സഖാക്കളല്ല, ഈ ചെങ്കൊടിയെ ഇഷ്ടപ്പെട്ട് വയലാറും വിപ്ലവ കഥകൾ കേട്ട് ഒന്നും ആഗ്രഹിക്കാത്ത നല്ല കമ്മ്യൂണിസ്റ്റുകാർ, അവർ പോലും രാജീവിനെ പരാജയപ്പെടുത്താൻ അവിടെ തയ്യാറെടുത്തിരിക്കുക ഈ തട്ടിപ്പ് ഫ്ലെക്സ് വികസനം കാരണം. പിന്നെ മറ്റൊരു കാര്യം, താങ്കളിവിടെ നേരത്തെ പറഞ്ഞല്ലോ രാജീവ് കളമശ്ശേരി വികസനത്തെക്കുറിച്ച്. അർഷൻ, ഒരു കാര്യം മനസ്സിലാക്കണം. എൻ്റെ വണ്ടിയിൽ ഇപ്പോൾ ഒരു ബുക്ക് ഇരിപ്പുണ്ട്. ഇന്നിറങ്ങിയ ബുക്കാണ് P. രാജീവിൻ്റെ. ആ ബുക്കിൽ കാണുന്ന പടങ്ങളിലുണ്ടല്ലോ, ഞാനും അർഷനും എല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്താ പറഞ്ഞത്? മോദി ഗുജറാത്തിലെ വികസനം മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? എന്നിട്ട് അമേരിക്കയുടെ വൈറ്റ് ഹൗസിൻ്റെ പടം വരെ ഇവന്മാർ മോദി അവിടെ വികസനത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്, യൂറോപ്പ് രാജ്യങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലെ പടം വെച്ചിട്ട് ജുഡീഷ്യറി സിറ്റി വന്നു കഴിഞ്ഞിരിക്കുന്നു. പടം ഒരു മിനിറ്റ്
പറഞ്ഞു തീർക്കട്ടെ. റാമോജി ജുഡീഷ്യൽ സിറ്റിയുടെ ഫോട്ടോ വന്നത് പറവൂരാണ്. അത് വി ഡി സതീശന്റെ നിർമ്മാണമാണ്. വ്യാജമായ പടങ്ങൾ വെച്ചിട്ടാണ് നിങ്ങൾ ഈ അതെല്ലാം വികസനത്തെക്കുറിച്ച് ചർച്ച നടത്തുന്നത്. പ്രതിപക്ഷ നേതാവാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ പറവൂർ ബസ് സ്റ്റാൻഡ് ചിത്രങ്ങൾ റാമോജി റാവു ഫിലിം സിറ്റി ഇവിടെ കവാടം പോലെ കളമശ്ശേരി HMTയിൽ ജുഡീഷ്യറി സിറ്റി വന്നിരിക്കുന്നു എന്ന തരത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഞാൻ അതിനെ കുറ്റം പറയുന്നത് എന്താണെന്നറിയാവോ? അവിടെ അങ്ങനെ ഒരു സ്ഥലം എടുത്തിട്ടില്ല അർഷൻ, അങ്ങനെ ഒരു പദ്ധതി അവിടെ ഉണ്ടായിട്ടില്ല. ആലോചിച്ചിട്ടുള്ളൂ. ആലോചിച്ച സാധനത്തിന് ഇവർ ഇവിടെ പറയാ ഞങ്ങള് അല്ല എന്താ, പക്ഷേ ഇവർക്ക് പറയാൻ കുറെ വികസന കാര്യങ്ങൾ ഇല്ലേ? മുഖ്യമന്ത്രി ഞാൻ കേരളത്തിൽ 140 മണ്ഡലത്തിലേക്ക് പോകാൻ താങ്കൾക്ക് ഇനി സമയം ഉണ്ടാവില്ല. എനിക്ക് ഞാനൊരു കാര്യം പറയാം. അന്ന് ഈ സഹോദരി എന്റെ കൂടെ പറയട്ടെ, അവരുടെ ഈ ജില്ലയിലെ മന്ത്രിയാണല്ലോ രാജീവ്. ഞാനും ഈ സഹോദരി കൂടി ഒരു വാഹനത്തിൽ പോകാം. നിങ്ങൾ മാധ്യമങ്ങളും വാ. രാജീവ് പ്രഖ്യാപിച്ച 4500 കോടിയുടെ വികസനം നേരിട്ട് അവിടുന്ന് തന്നെ ഇർഷാദ് റെഡിയാണെങ്കിൽ അവിടുന്ന് തന്നെ ഈ വികസനം ദൃശ്യമായിട്ടുള്ള ആളുകളെ ഞാൻ കൂടെ വിടാം. ഞാൻ തന്നെ വന്നില്ലല്ലോ. രണ്ട് അല്ല എനിക്ക് പറയാനുള്ളത് രണ്ടു മൂന്ന് കാര്യങ്ങൾക്ക് മറുപടി പറയാനുണ്ട്. 1 മണിക്കൂറല്ലേ ചർച്ചയുള്ളൂ. അദ്ദേഹം പറഞ്ഞു മതം, വർഗീയത ഇത് പറഞ്ഞാണ് ഇടതുപക്ഷ വോട്ട് പിടിക്കുന്നതെന്ന്. തുടങ്ങി വെച്ചതാരാ? എന്താ പറയുന്നത്? പാലക്കാട് മത്സരിപ്പിച്ചു. അന്നൊന്നും ഇടതുപക്ഷം പറഞ്ഞില്ല കോൺഗ്രസും BJPയും തമ്മിൽ ഡീലാണെന്ന്. ഒരു ഇടതുപക്ഷവും പറഞ്ഞില്ല. അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് എന്തുകൊണ്ടാ? ഷാഫി പറമ്പില് പാർലമെന്റിലേക്ക് മത്സരിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഇദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞു. ഇദ്ദേഹം മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കാൻ നോക്കാണ്. 1-9 വരെ നമുക്ക് സമയമുള്ളൂ. അപ്പോഴും അവരുടെ ലക്ഷ്യം ഈ വികസനം ഒന്നും കേരളത്തില് മുഖ്യമന്ത്രി ചർച്ച ചെയ്യരുത്. അപ്പൊ ഇവരെ വെല്ലുവിളി സ്വീകരിച്ചു ഡിബേറ്റ്. ഞാൻ പറയട്ടെ, 2 ആഴ്ചയായല്ലോ സഖാവ് MP രാജേഷ് വെല്ലുവിളിച്ചിട്ട് നിങ്ങളുടെ നേതാവ് VT ബൽറാമിനെ ഇതുവരെ സമക്ഷത്തേക്ക് വരാൻ തയ്യാറായിട്ടില്ല. ഒരു മന്ത്രി വെല്ലുവിളിച്ചപ്പോഴത്തേക്കും കോൺഗ്രസിന്റെ നേതാവ് വന്നിട്ട് ഒരു ഡിബേറ്റിൽ പങ്കെടുക്കാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ സ്ഥാനാർത്ഥി നിർണയവുമായി ഇവിടെ പ്രിയപ്പെട്ട BJPയുടെ നേതാവ് പറഞ്ഞു വികസനം ചർച്ച ചെയ്യാനാണ് ആഗ്രഹം. ഞങ്ങൾക്ക് അതെല്ലാം തന്നെയാണ് ആഗ്രഹം. ഇവിടെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്താൽ ഇവിടെ ശ്രീ കെ ബാബുവിൻ്റെ പാർട്ടിക്ക് അല്ലെങ്കിൽ പിൻഗാമിയായിട്ടുള്ള ആൾക്ക് ഇവിടെ വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയോ? പിന്നെ ഇവിടെ പറഞ്ഞു സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട കാര്യം എല്ലാം ഇങ്ങനെ വളരെ ചുരുക്കി പറയുന്നത് സമയം കിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് പ്രാദേശികമായിട്ടുള്ള സ്ഥാനാർത്ഥി നിർത്തണമെന്ന് എവിടെ എഴുതി വെച്ചിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പ്രധാനമന്ത്രി അടക്കം മത്സരിക്കുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ കോൺഗ്രസിന്റെ അദ്ദേഹം അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് പറഞ്ഞെങ്കിൽ പോലും ഇപ്പൊ വയനാട്ടിലല്ലേ നമ്മുടെ ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധി ഒന്ന് മത്സരിക്കുന്നത്. അപ്പൊ അങ്ങനെയല്ല, രാഷ്ട്രീയ അനുഭവ സമ്പത്തും ഒരു കഴിവും ഒരു മണ്ഡലത്തെ മുന്നോട്ട് നയിക്കാനുള്ള പ്രാപ്തി ഉണ്ടെങ്കിൽ എവിടെ നിന്ന് വന്ന് മത്സരിച്ചാലും ഇവിടെ ഒരു പൗരനാണെങ്കിൽ വോട്ടർ അവകാശമുള്ള ആളാണെങ്കിൽ അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. ഇനിയുമുണ്ട് ഏറെ കാര്യങ്ങൾ പറയുവാൻ. മഞ്ചേശ്വരത്ത് SDPയുടെ കാര്യം പറഞ്ഞു. എങ്ങനെയാണ് ആ സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചോ ഇല്ലയോ അറിയാലോ നമുക്ക്. മുസ്ലിം ലീഗിലെ നേതാവ് പറഞ്ഞിട്ടാണെന്ന് പരസ്യമായിട്ട് അദ്ദേഹം പറഞ്ഞില്ലേ. അപ്പൊ പിന്നെ ഇത്തരത്തിലുള്ള വാദത്തിന് എന്താ അടിസ്ഥാനമുള്ളത്? പിന്നെ CPM BJP ഡീല് ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ തൃശ്ശൂർ പോലെ നോക്കുക. അവിടെ സുരേഷ് ഗോപി ജയിച്ചു. 84,000 വോട്ടെന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ കോൺഗ്രസ് കുറവ് വന്നു. അപ്പോൾ അതിന്റെ കുറ്റം 2,000 വോട്ട് കൂടുതൽ നേടിയ CPMന്. നിങ്ങൾ നോക്കൂ, തിരുവനന്തപുരം നഗരസഭയിലേക്ക് കോർപ്പറേഷനിലേക്ക് നിങ്ങൾ നോക്ക്. BJP ജയിച്ച 41 സീറ്റ് നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ആ 41 സീറ്റിൽ ഇടതുപക്ഷത്തിന്റെ വോട്ട് നിലനിർത്തി 2ാം സ്ഥാനത്താണ്. പക്ഷെ കോൺഗ്രസ് 3ാം സ്ഥാനത്ത് പോയി. കോൺഗ്രസിന്റെ വോട്ട് BJPക്ക് പോയി. അപ്പൊ ഡീല് ആരാന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. പൊതുവെ ഉയർന്നത് പ്രത്യേകിച്ച് ഇപ്പൊ 2020 ഇവിടെ മത്സരിക്കുന്നത് 2020യുടെ സ്ഥാനാർത്ഥിയാണ്. പല മണ്ഡലങ്ങളിലും 2020യുടെ സ്ഥാനാർത്ഥിമാർക്ക് വോട്ടില്ലായിരുന്നു, അതുകൊണ്ട് അവർക്ക് പിന്മാറേണ്ടി വന്നു എന്ന സ്ഥിതിയുണ്ട്. മാത്രമല്ല ദുർബലരായ സ്ഥാനാർത്ഥികളെ നിർത്തി CPMനെ സഹായിക്കുന്നു എന്നുള്ള ആരോപണമാണ് UDF ആവർത്തിച്ച് ഉന്നയിക്കുന്നത്. അങ്ങനെ ഒരു ഗൗരവത്തോടെ തെരഞ്ഞെടുപ്പിനെ കാണുന്നില്ലേ? അത് അല്ലെങ്കിൽ വളരെ ഗൗരവത്തോടെ കാണുന്നത് കൊണ്ട് നിങ്ങളുടെ A+ മണ്ഡലങ്ങളിൽ മാത്രം ജയിപ്പിക്കാം, ബാക്കിയുള്ളിടത്ത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്നാണോ? അല്ല, ആ ചോദിച്ചതിൻ്റെ അവസാനം തന്നെ ഉണ്ടല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം A+ മണ്ഡലമാണ് തൃപ്പൂണിത്തുറ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമില്ലല്ലോ. നിങ്ങൾ ആദ്യം പറഞ്ഞു തുടങ്ങിയത് അവിടെയാണ്.
അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ ആ പ്രാധാന്യം ഉൾക്കൊണ്ട് തന്നെയാണ് 2020 ആണെങ്കിലും മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുള്ളത്. ആ സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യവും തൃപ്പൂണിത്തുറയിലുണ്ട്. അല്ല, അതിനകത്തൊരു പ്രശ്നം ഞാൻ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാം, ബാക്കി പറഞ്ഞോളൂ. ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ഇടപെടുക. ഇപ്പോൾ BDJS നിങ്ങളുടെ മുന്നണിയിലുണ്ട്, പക്ഷേ ആ മുന്നണിയിൽ വന്നതിന് ശേഷം 2016 പെർഫോമൻസിന് ശേഷം അത് ഇങ്ങനെ പടവലങ്ങ പോലെ താഴോട്ട് വളരുകയായിരുന്നു. അവസാനം ഇപ്പോൾ 5 വാർഡിലാണ് ആകപ്പാടെ BDJS ജയിച്ചിരിക്കുന്നത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ അങ്ങനെ മുന്നണിയെ വല്ലാതെ സഹായിക്കുന്ന ഒരു സ്വഭാവം BJPക്ക് ഇല്ല. അപ്പോൾ BJPക്ക് വളരെ ഉറപ്പുള്ള ഒരു മണ്ഡലം ഈ തൃപ്പൂണിത്തുറ പോലെയുള്ള ഒരു മണ്ഡലത്തിൽ അത് 2020 അങ്ങ് കൊടുത്തു കളഞ്ഞു. അല്ല, അതാണ് നിങ്ങൾക്കുള്ള തെറ്റിദ്ധാരണ. BJP ഒരു മുന്നണി സംവിധാനത്തെ കാണുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ്. നിങ്ങളിപ്പോൾ പറഞ്ഞു BJP ഒരു മുന്നണി സംവിധാനത്തെ വേണ്ട രീതിയിൽ ഗൗരവിക്കുന്ന ആളുകളല്ല. ഈ പറഞ്ഞ പോലെ BDJS വന്നതിന് ശേഷം അത് താഴേക്ക് പോയി. ഇതൊക്കെ സമൂഹത്തിൽ നിങ്ങൾ പുറപ്പെടുവിക്കുന്ന കുറേ തെറ്റിദ്ധാരണകളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു മുന്നണിയിലേക്ക് ഒരു സംവിധാനത്തിലേക്ക് വരുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പരിഗണന ഞങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ. ഞങ്ങൾ 2020 ആ രീതിയിൽ ഞങ്ങൾ പരിഗണിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ നോക്കൂ, നിങ്ങൾ കുന്നത്ത് നാടിനെ സംബന്ധിച്ച് നിങ്ങൾ ചർച്ച ചെയ്യൂ, എറണാകുളം ജില്ലയിൽ തന്നെയല്ലേ. അതേപോലെ തൃപ്പൂണിത്തുറയെ പറ്റി ചർച്ച ചെയ്യൂ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം NDA സംവിധാനത്തിൽ ജയസാധ്യതയുള്ള മണ്ഡലങ്ങളുടെ എണ്ണം കൂടി വരിക തന്നെയല്ലേ ഞങ്ങളുടെ മുന്നണി സംവിധാനത്തിൽ സംഭവിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ, ഞാൻ ഇപ്പോൾ പറഞ്ഞ 1-2 കാര്യങ്ങൾ കൂടി മറുപടി പറഞ്ഞു പോകണമല്ലോ. ഇപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ ഒരു സ്ഥലത്തും വേറൊരു സ്ഥലത്ത് നിന്ന് ഇവിടെ വന്ന് ആരെങ്കിലും മത്സരിക്കുന്നതിനെതിരെ ഞാൻ സംസാരിച്ചില്ല. ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ താമസിക്കുന്ന ആളായതുകൊണ്ട് ഞങ്ങൾക്കതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഇവിടെ തൃപ്പൂണിത്തുറ NSS കോളേജിൽ പഠിച്ച ആളായതുകൊണ്ട് ഇതൊക്കെ ഒരു വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തരത്തിലുള്ള കാര്യമല്ല എന്ന് പറയുന്നത് എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ ഒരു ബന്ധങ്ങളല്ലേ, ഈ ഇവിടുത്തെ സ്കൂളുകളിൽ പഠിക്കുന്ന ഒരു ബന്ധമല്ലേ, അത്രയേ സൂചിപ്പിച്ചിട്ടുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു, തൃപ്പൂണിത്തുറയിൽ ഡീല് നടക്കുന്നതിനെ പറ്റിയൊക്കെ ഇവിടെ സൂചിപ്പിച്ചു, പല സ്ഥലത്തെ ഡീലുകളെ പറ്റി സൂചിപ്പിച്ചു. നോക്കൂ, ഇന്ന് ഞാൻ കേട്ടത്, ഞാനിന്ന് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നടന്ന സമയത്ത് ഞാൻ കണ്ടു, ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം മാറി മാറി ചോദിച്ചില്ലേ, SDPI ആയിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഡീലിനെ സംബന്ധിച്ച് മാറി മാറി ചോദിച്ചിട്ട് ഇവിടുത്തെ മുഖ്യമന്ത്രി എന്ത് മറുപടിയാണ് പറഞ്ഞിട്ടുള്ളത്? അല്ല, ഇവർ പറയട്ടെ എന്ത് മറുപടി പറഞ്ഞു? ഒരു വാക്കും അതിന് മറുപടി പറഞ്ഞില്ലല്ലോ. ഇതിനെ മറുപടി പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ആ മറുപടി പറയാതിരുന്നതിന്റെ SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് അതിനെ സ്വീകരിച്ചില്ലേ, സ്വാഗതം ചെയ്തില്ലേ? ഞാൻ ഇത് മാത്രമല്ല നമ്മളിവിടെ ഈ ആവശ്യമില്ല അനാവശ്യമായിട്ടുള്ള ചർച്ചകളിലേക്ക് പോകുന്നതിന് പകരം തൃപ്പൂണിത്തുറയിലുണ്ടല്ലോ ഇവിടുത്തെ ഡീലുകൾ, തൃപ്പൂണിത്തുറയെ പറ്റി സംസാരിക്കൂ. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ഇലക്ഷന് ശേഷം ഇവിടെ നടന്നിട്ടുള്ള ഡീലുകൾ, ഇലക്ഷൻ സമയത്ത് നടന്നിട്ടുള്ള ഡീലുകളെ പറ്റി നമുക്ക് സംസാരിക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ തയ്യാറാവട്ടെ, ഈ 2 കക്ഷികളും തയ്യാറാവട്ടെ, നമുക്ക് സംസാരിക്കാം. റൈറ്റ്. പക്ഷേ ഈ കാര്യത്തിൽ SDPIയുടെ കാര്യത്തിൽ വ്യക്തമായ ഒരു മറുപടി ഇന്നിപ്പോൾ മുഖ്യമന്ത്രി തന്നില്ല. അത് മാധ്യമങ്ങളുമായിട്ടുള്ള ഒരു തർക്കത്തിലേക്ക്. അതിനകത്ത് പാർട്ടിക്ക് ഒരു നിലപാട് കൃത്യമായിട്ട് നേരത്തെ തന്നെ പാർട്ടി പറഞ്ഞിട്ടുണ്ട്. ഒരു മതതീവ്രവാദ സംഘടനകളുമായും വർഗീയ സംഘടനകളുമായും പാർട്ടിക്ക് ഒരു തരത്തിലുള്ള ബന്ധമില്ല. വോട്ടും ഞാൻ മേടിക്കും എന്നാണ്. എന്താ ആരുടെ വോട്ടും ഞാൻ മേടിക്കും? എന്നെ സംബന്ധിച്ച് തീവ്രവാദ സംഘടനകൾ അത് ഏതുമാകട്ടെ, ഭൂരിപക്ഷ വർഗീയതയോ ന്യൂനപക്ഷ തീവ്രവാദമാകട്ടെ, അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഉണ്ടാവില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നമുക്ക് പറയാനില്ല. പിന്നെ എന്താ പ്രശ്നം? റൈറ്റ്. എന്തായാലും ഈ പ്രേക്ഷകർക്ക് ജമാഅത്തെ ഇസ്ലാമി മതതീവ്രവാദ പാർട്ടിയല്ല, ഞങ്ങൾ അവരുമായിട്ട് അലയൻസ് കൂടുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ നിലപാട് ഇടതുപക്ഷത്തിലില്ല. വളരെ കൃത്യമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് അലയൻസ് ഉണ്ടാക്കാന്ന് ഒരു കോൺഗ്രസ് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി മതതീവ്രവാദം ഉപേക്ഷിച്ചു. ഞങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തുറന്നു പറയൂ, ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ടെന്ന് പറയൂ. തെരഞ്ഞെടുപ്പിൽ മാത്രം കൂട്ട്, മറ്റു തെരഞ്ഞെടുപ്പിൽ ബന്ധം, ഇങ്ങനെയൊക്കെ പറയാവോ? അതന്നെ അങ്ങനെ പറയുന്നത്. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞോ? ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമുമായിട്ട് ഒരു രാഷ്ട്രീയ ബാന്ധവം ഉണ്ടാക്കിയിട്ടില്ല. അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായ വെൽഫെയർ പാർട്ടിയുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു അപ്രഖ്യാപിത അല്ലെങ്കിൽ ഞങ്ങളെ പുറത്തുനിന്ന് സഹായിക്കുന്ന തരത്തിൽ ഒരു സഹായം നമ്മൾ കൈപ്പറ്റിയിട്ടുള്ളത്. ഇവർ
പിണറായി വിജയൻ ഉൾപ്പെടെ RSSന് ചില സമയങ്ങളിൽ RSSന്റെ വോട്ട് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്, ഇനിയും വാങ്ങുമെന്ന് ഇനിയിപ്പോ പറഞ്ഞതാണ്. പെട്ടെന്ന് ചർച്ച കോലീബി സഖ്യത്തിലേക്ക് പോകും. ഇത് തന്നെ ഒരു മിനിറ്റ്. അർഷന്റെ ഉള്ളിലെ പഴയ സഖാവ് പുറത്ത് ഈ ചരിത്രം നമുക്കറിയാലോ, ഈ ചരിത്രം നമുക്കറിയാം, അത് പറയാതിരിക്കാൻ പറ്റുമോ? ജമാഅത്ത് ഇസ്ലാമി ഇവരുടെ മുന്നണി PDP ഇവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പിന്തുണ പ്രഖ്യാപിച്ചു. PDPയുടെ സ്ഥാനാർത്ഥിയെ പൊന്നാനിയിൽ പാർലമെന്റ് സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ മറ്റേ നമ്മുടെ PDPയും അതുപോലെ ഇപ്പൊ ഒരു പുതിയ മുന്നണിയും എല്ലാം പിണറായി വിജയൻ ഉൾപ്പെടെ പറയുന്നത് RSSന്റെ വോട്ട് വേണ്ടെന്ന് പറയുന്നില്ല, SDPയുടെ വോട്ട് വേണ്ടെന്ന് പറയില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പിണറായി വിജയനും ഇവർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വികസനം പറഞ്ഞ് വോട്ട് പിടിക്കും. ആരോടാ ചോദ്യം? ഓക്കെ, അല്ല ഇപ്പം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നാലും വേറെ മന്ത്രിമാരുടെ ഭാഗത്തുനിന്നാലും SDPI ഒരു തള്ളിക്കളയുന്ന ഒരു നിലപാട് വന്നിട്ടില്ല. SDPI തള്ളിപ്പറയുന്ന ഒരു നിലപാടുകൾ ഇതുവരെ വന്നിട്ടില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം താങ്കൾ പറയുന്നത് കേട്ടു ഒരു മത തീവ്രവാദ സംഘടനകളുമായിട്ട് LDF സഖ്യം പ്രഖ്യാപിക്കില്ല എന്ന്. അപ്പോൾ താങ്കൾക്ക് എന്ത് തോന്നുന്നു, SDPI മത തീവ്രവാദ സംഘടനയാണോ അല്ലയോ? ഒറ്റ ചോദ്യം. തീർച്ചയായിട്ടും SDPI മതതീവ്രവാദ സംഘടനയാണ്. ആ സംഘടനയുമായിട്ട് യാതൊരു വിധത്തിലുള്ള അലയൻസും CPM സംബന്ധിച്ചില്ല. സെക്രട്ടറി അടക്കമുള്ള ആളുകൾ, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പല ഘട്ടങ്ങളിലും ഇത് താങ്കൾ ഇപ്പൊ വ്യക്തമാക്കിയത് എന്തുകൊണ്ട് നന്നായി. എനിക്കിനി കോൺഗ്രസ്സുകാരോടും BJPക്കാരോടും ചോദിക്കാനുണ്ട്. ഇപ്പൊ KM ഷാജിയുടെ മതമാണെന്ന നിലപാടിൽ കോൺഗ്രസിന്റെ ഒരു നേതാവും വേണ്ടത്ര പ്രതികരണം നടത്തിയിട്ടില്ല. അതേപോലെ തന്നെ ഗോപാലകൃഷ്ണന്റെ ഗുരുവായൂരിലെ നിലപാടിലും ഒരു വ്യക്തമായ പ്രതികരണം വന്നിട്ടില്ല ഇവിടെ. അപ്പം നിങ്ങൾ 3 പാർട്ടിക്കാരും മതത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ മതേതരത്വം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 3 പേരും ഇലക്ഷൻ ആകുമ്പോൾ ഒരേ രീതിയിലാണ് നടക്കുന്നത്. അതല്ലെങ്കിൽ KM ഷാജിയുടെ പ്രശ്നം, KM ഷാജി പ്രസംഗിച്ചത് മതമാണ് പ്രശ്നമെന്നാണ്. ആ KM ഷാജി അദ്ദേഹം ഒരു വിശ്വാസിയാണെന്ന് അദ്ദേഹം പലതവണ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കൂടുതൽ ഉറച്ച വിശ്വാസിയാണെന്നും അദ്ദേഹം എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. എവിടെമെങ്കിലും KM ഷാജി ഹിന്ദു മതം മോശമാണെന്നോ ക്രൈസ്തവ മതം മോശമാണെന്നോ മതമില്ലാത്തവൻ മോശമാണെന്നോ അങ്ങനെയുള്ളവൻ ഈ കേരളം വിട്ടു പോകണമെന്നോ അവൻ ഇവിടെ പോർക്ക് കഴിക്കുന്നവൻ രാജ്യം വിട്ടു പോകണമെന്നോ ഇല്ല. ഒറ്റ മിനിറ്റ്, KM ഷാജി പറഞ്ഞു തീർക്കട്ടെ. ഹർഷ പറഞ്ഞു തീർക്കട്ടെ, നിങ്ങൾ ഇടയ്ക്കറല്ലേ. KM ഷാജി മതവിശ്വാസിയാണ്. അതിനോടൊപ്പം മറ്റു മതങ്ങളെ കൃത്യമായി ബഹുമാനിക്കുന്നവനാണ്. അത് അഴീക്കോടുള്ളവരോട് ചോദിച്ചാൽ അറിയാം. അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് SDPക്കാർ KM ഷാജിയെ വിളിക്കുന്നത് കുമ്മനം ഷാജി എന്നാണ്. എന്തിന്റെ പേരില്ല? KM ഷാജി SDPക്കാരുടെ മുന്നിൽ ഹിന്ദു വർഗീയവാദിയാണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹിന്ദുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗോപാലകൃഷ്ണന്റെ പ്രസംഗം നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇത് മുമ്പോട്ട് പോയി എവിടം വരെ പോകും. എല്ലാവരും പറഞ്ഞിട്ടുള്ള മതത്തെ പറ്റിയുള്ള ചർച്ചകൾ, ഇത് മതത്തെ പറ്റി എന്തെങ്കിലും ചർച്ചയാണോ? ഇവിടെ ഇലക്ഷനെ സംബന്ധിച്ച് ഒരു ചർച്ച നടക്കുമ്പോൾ അത് ഇവിടെ നടക്കുന്ന സാമൂഹ്യ നീതിക്കെതിരെ നടക്കുന്ന ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു, ഗോപാലകൃഷ്ണൻ സൂചിപ്പിച്ചു, അത്രേ ഉള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ ഗുരുവായൂരുള്ള സ്ഥാനാർത്ഥിക്ക്? ആ മട്ടിൽ തന്നെയാണോ? ഇവിടെ ഒരു കാര്യവും ഒരാളും പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, സമൂഹം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് തന്നെ പറയുന്നതാണെന്നേ. നിങ്ങൾ അതിനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ, നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കണമെന്ന് പറഞ്ഞിട്ട് കേൾക്കാൻ ഇവിടെ മാറ്റി പറയുന്നത് ഞങ്ങളല്ലല്ലോ. ഞങ്ങൾ ഇത് നേരത്തെ ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവിടെ മാറ്റി പറഞ്ഞിട്ടുള്ളത് ആരാ? ഇവിടെ SDPയുടെ ഈ പറഞ്ഞ നിലപാട് ഇവിടെ പാർട്ടിക്ക് ഉണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. നിങ്ങളിപ്പോ പറഞ്ഞു അതെങ്ങനെ ശരിയാവുന്നതെന്നേ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ശിവൻകുട്ടി അവരുടെ വോട്ട് വേണം എന്ന് പറയുന്ന സാഹചര്യം എന്താണ്? അതിനെ കുറിച്ച് കൂടി പറയേണ്ടി ഈ പറഞ്ഞതിൽ ഏത് ഭൂലോക കോടാലിയുടെയും വോട്ടിംഗ് പോരട്ടെ എന്ന മട്ടിൽ പറഞ്ഞായിരിക്കും. അല്ല അതായിക്കോട്ടെ അത് ഇവിടെ സമ്മതിക്കണമല്ലോ. ഇത് മുഖ്യമന്ത്രി സമ്മതിക്കുന്നില്ലല്ലോ. ഈ പറയുന്ന മത സംഘടനകൾ മാത്രമായിട്ടുള്ള ഡീലല്ലെന്നേ. ഈ 2 പാർട്ടിക്കാരും തമ്മിലുള്ള ഡീലിനെ പറ്റി സംസാരിക്കാത്തത്. അതിനെ കുറിച്ച് ചോദിക്കട്ടെ. നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കൈപ്പത്തിയിൽ ജയിച്ച കുറെ ആളുകൾ താമരയായി മാറി. നിങ്ങളും ആവുന്നേ നാളെ താമരയാവും. അതിലൊന്നും ഞങ്ങൾ അതൊന്നുമില്ല.
അതൊന്നുമില്ല. ഞങ്ങളത് ഇതിനു മുമ്പ് അങ്ങനെയൊന്നും പറയല്ലേ, അങ്ങനെയൊന്നും പറയല്ലേ, അങ്ങനെ അടച്ചാക്ഷേപിക്കൊന്നും വേണ്ട. നിങ്ങളുടെ MLA-മാരൊക്കെ മത്സരിക്കുന്നുണ്ടല്ലോ, ഈ NDA അതെ. മത്സരിക്കുന്നുണ്ടല്ലോ. അല്ല, അതൊക്കെ അതൊക്കെ എടുക്കാൻ തിരക്കുകളെ എടുത്തു നമ്മളെ പോയപ്പോൾ ചർച്ച നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഇടതുപക്ഷം ചോദിച്ചതല്ല. കോൺഗ്രസ് നമുക്ക് തിരിച്ചു വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും പൊളിറ്റിക്കൽ മാസ് തുടരുന്നു. ഇപ്പോൾ നമ്മുടെ ചോദ്യങ്ങളിലേക്കാണ് വളരെ പെട്ടെന്ന് പോകുന്നത്. ധാരാളം പേർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അവിടെ ചേട്ടാ ചോദിച്ചു. ആരോടാ? എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ സംസാരിച്ച BJPയുടെ ഡീലിനെ സംബന്ധിച്ചാണ്. അത് നമ്മൾ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയേണ്ടതല്ല. വ്യക്തമായ തെളിവുകളോടുകൂടിയുള്ള കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള BJP സ്ഥാനാർത്ഥിയുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എന്താണ്? BJPയുടെ വോട്ട് കോൺഗ്രസിന് മറിച്ച് കൊടുത്തു എന്ന് വ്യക്തമായി ജനങ്ങളുടെ മുമ്പാകെ പത്രസമ്മേളനത്തിലൂടെ ഡോക്ടർ രാധാകൃഷ്ണൻ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിനെന്ത് മറുപടിയാണ് നിങ്ങൾക്ക് തരാനുള്ളത്? അതെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കാര്യം അങ്ങനെ ഒരു ആരോപണം ഉയർത്തിയതാണ് അദ്ദേഹം. അല്ല, ഇതിൽ അദ്ദേഹം പറഞ്ഞതല്ലല്ലോ. ഇതൊക്കെ ഇപ്പോൾ അദ്ദേഹത്തിന് തോന്നിയ കാര്യം അദ്ദേഹം പറയുമോ? ഇത് മറിച്ചു കൊടുത്തു എന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് ഇലക്ഷൻ തോറ്റപ്പോൾ ഉണ്ടായിരുന്ന വികാരത്തിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. ഞാൻ ഓരോ വീടുകളിലും കയറി ഇറങ്ങി നടന്ന് കിട്ടിയ വോട്ടാണ് എനിക്ക് കിട്ടിയതെന്ന് മാത്രം അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. ഇനി അതിൻ്റെ പുറമേ കയറ്റി അദ്ദേഹത്തിൻ്റെ നാക്കിലേക്ക് വേറൊന്നും കയറ്റേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഞാനത് അതിൽ നിൽക്കാൻ ആദ്യം ആഗ്രഹിച്ചതാണ്. ആരോപണത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ പഴയ KG മാരാരുടെ ആത്മകഥയിലേക്കൊക്കെ വേണമെങ്കിൽ പോവാം. ആ വീഡിയോ വേണമെങ്കിൽ ഇപ്പോൾ എടുത്ത് നോക്കാം. നമുക്ക് പോയിക്കോട്ടെ. നമുക്ക് അന്നത്തെ വീഡിയോ ഇന്നും നമുക്ക് ലഭ്യമാണ്. അന്നത്തെ വീഡിയോ ഇന്ന് ലഭ്യമാണ്. ആ വീഡിയോ വേണമെങ്കിൽ എടുത്തു തരാം. വീഡിയോ ലഭ്യമായത് കൊണ്ട് തന്നെയാണ് അതിന്റെ ആത്മവിശ്വാസം തന്നെ ഇവിടെ നിന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് സ്ഥാനാർത്ഥിയല്ലേ പറഞ്ഞത്? BJP നിർത്തിയ സ്ഥാനാർത്ഥിയല്ലേ പറഞ്ഞത്? BJP ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥി. ഞാനിവിടെ ആദ്യമായിട്ട് വരുന്ന ആളൊന്നുമല്ല. ഞാൻ ആ സമയത്ത് ആ ഇലക്ഷൻ നിയന്ത്രിച്ച ആൾ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹം പറഞ്ഞ കാര്യത്തെ പറ്റി വളരെ കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് വോട്ട് കുറഞ്ഞു, അദ്ദേഹം പ്രതീക്ഷിച്ച വോട്ടല്ല കിട്ടിയതെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനൊരു കാര്യം കെ ബാബു ജയിച്ചത് BJPയുടെ വോട്ട് മേടിച്ചാണെന്ന് അദ്ദേഹം കെ ബാബു ആദ്യമായി ഇടത് കോട്ട തകർക്കുമ്പോൾ ഇവിടെ എല്ലാ വിഭാഗം ആൾക്കാർ വോട്ട് ചെയ്തു. അന്ന് അദ്ദേഹം MM ലോറൻസിനെയാണ് പരാജയപ്പെടുത്തിയത്. ഞാൻ പറഞ്ഞത് ഇവിടെ കെ ബാബുവിന് വോട്ട് ചെയ്യുന്ന ആളുകൾ BJPക്കാണോ എന്ന് ചോദിച്ചാൽ, BJPക്കാരാണോ എന്ന് ചോദിച്ചാൽ അതിനൊറ്റ കാര്യമേ ഉള്ളൂ. ഇവിടെ BJPയോ അല്ലെങ്കിൽ ഇടതുപക്ഷമോ മാത്രമല്ല. ഇവിടെ ശബരിമല അയ്യപ്പനെ കളിയാക്കിയ CPMൻ്റെ M സ്വരാജ് ആ അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ഭക്തജനങ്ങളുടെ ഹൃദയ വികാരം അവർ വ്രണപ്പെടുത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ മുഴുവൻ LDF ജയിച്ചു അന്നേരം കഴിഞ്ഞ തവണ. ആയിക്കോട്ടെ, തൃപ്പൂണിത്തുറയിലെ കേസിൽ അദ്ദേഹം പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ തൃപ്പൂണിത്തുറയിലേക്ക് വന്നാൽ ആ ആരോപണത്തിന് എന്തെങ്കിലും കഴമ്പുണ്ടായിരുന്നോ? അദ്ദേഹം പറഞ്ഞ അങ്ങനെ ഒരു സംഗതി ഇല്ല. അതായത് കോൺഗ്രസ് കെ ബാബു ജയിച്ചത് BJP വാങ്ങിയാണ്. അന്ന് പിന്നെ BJPയുടെ സ്ഥാനാർത്ഥി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം പത്രസമ്മേളനത്തിൽ തന്നെയാണ് അത് പറഞ്ഞിട്ടുള്ളത്. കോൺഗ്രസിൻ്റെയും BJPയുടെയും ഡീലിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഹൃദയവേദനയാണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതിനപ്പുറത്ത് തെളിവില്ലാത്തതുകൊണ്ട് ആരോടാ ചോദ്യം? എനിക്ക് LDF-നോട് UDF-നോട് ചോദിക്കാം. കാരണം എന്നറിയാം, ഈ കഴിഞ്ഞ ഒരു നമ്മുടെ നിയമസഭ ഇലക്ഷൻ ആസന്നമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇവര് നമ്മുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ LDF UDF തമ്മിൽ നല്ല ധാരണയുണ്ടായിരുന്നു. എന്ത് ചെയ്യുന്നറിയാമോ? നമ്മുടെ ചെയർമാൻ അട്ടിമറിക്കാൻ ശ്രമിച്ചു ഒരു പ്രാവശ്യം. എന്തുകൊണ്ട്? ഈ ഇലക്ഷൻ ആയതുകൊണ്ട് മിണ്ടിയില്ല. അപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ഇപ്പോഴത്തെ നമ്മുടെ ബാബു ചെയർമാനാ അട്ടിമറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ധാരയാണ് നിങ്ങൾ തമ്മിൽ ഉണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കേണ്ടത്. അതെ, ഇവിടെ ജീവിക്കുന്ന തെളിവുണ്ടെന്ന് അദ്ദേഹം പറയുന്നത്. ഈ ധാരണയ്ക്ക് നിങ്ങൾ തമ്മിലാണ് പലപ്പോഴും ധാരണ ഉണ്ടാവുന്നത്. അങ്ങനെ പറയുന്നു. എനിക്ക് അതിനെ സംബന്ധിച്ചറിയില്ല. ഈ സംസ്ഥാനം ഭരിക്കുന്നത് ആരാണെന്നുള്ളത് തീരുമാനിക്കുന്ന തർക്കം അല്ലേ? അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമോ സമയമൊന്നും ആയിട്ടില്ലല്ലോ. എനിക്കതിനെ കുറിച്ച് ധാരണയില്ല. അല്ല, കെ ബാബു പറഞ്ഞതെന്നല്ല ഞാൻ പറഞ്ഞേ. ഇപ്പോഴത്തെ ML ബാബു ചെയർമാൻ ബാബുവിനെ ഞാനൊന്ന് മനസ്സിലാക്കിയത് ഇവിടുത്തെ ഈ ഇലക്ഷൻ കഴിയുമ്പോ മനസ്സിലാവും ആരൊക്കെ തമ്മിലാണ് അന്തർധാരയുള്ളത്. പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം അംഗീകരിക്കുകയാണെന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പൊ പിന്നെ ഒരു അട്ടിമറിയുടെ ഒരു സാധ്യതയെ കുറിച്ചൊന്നും എനിക്കറിയില്ല. അങ്ങനെ നടന്നിട്ടില്ല. വിജയത്തെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു. സാധ്യതയെ പറ്റി ഞാൻ പറയാം. നിങ്ങളുടെ തന്നെ തൃപ്പൂണിത്തുറ മുനിസിപ്പൽ ഇപ്പൊ സാധ്യത എവിടെയാണ്? അതിനൊരു തെളിവാണല്ലോ. സാധ്യത 2 തെളിവുകൾ ഞാൻ പറയാം. അതിൽ നിങ്ങളുടെ അഭിപ്രായം രണ്ടുപേരും പറഞ്ഞു. ഇവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് ഇലക്ഷന് ശേഷം തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി BJP ഭരിച്ചു. ചരിത്രപരമായിട്ടുള്ള ഒരു വിജയം നമുക്ക് കിട്ടി, നമ്മൾ ഭരിക്കുന്നു. അവിടെ ഭരിക്കുമ്പോൾ
സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലഭിച്ചിരിക്കുന്നത് കോൺഗ്രസിനാണ്. 12 സീറ്റുള്ള കോൺഗ്രസിന് 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ. അത് ഇവരുടെ ധാരണയാണ്. 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആരാണ്? CPM-ന്റെ പ്രതിനിധിയാണ്. ഇതെങ്ങനെ ലഭിച്ചു എന്ന് ഞങ്ങളെ സംബന്ധിച്ച് വേറൊരു നിലപാട് കൂടി ഉണ്ട്. അതിന്റെ തെളിവുകളും കാര്യങ്ങളും പറയാം. അല്ല, ഞങ്ങളെ സംബന്ധിച്ച് അക്കാര്യത്തിൽ വേറെ ഒരു നിലപാടുണ്ട്. ഇവര് കേരളത്തിന് വെളിയിൽ വേറെയാണ്. അല്ല, ഇവര് സഖ്യമാണെന്ന് അത് തുറന്നു പറഞ്ഞാൽ മതി. ഞങ്ങൾ ആവശ്യപ്പെടുന്ന അത്രേ ഉള്ളൂ. നിങ്ങൾ ഇന്ത്യ സഖ്യമാണെന്ന് തുറന്നു പറഞ്ഞ പ്രശ്നം തീർന്നു. ഇവിടെ തൃപ്പൂണിത്തുറയിലടക്കം ഇന്ത്യ സഖ്യമാവാം. പിന്നെ ഇവിടെ കിടന്നിട്ട് രണ്ടുപേരും ഒരു കാര്യം, മതതീവ്രവാദ വർഗീയവാദ സംഘടനകൾ ഒഴിച്ച് ബാക്കി ഏത് സംഘടനകളുമായിട്ടുള്ള നീക്കുപോക്കും അലയൻസും ഒക്കെ സാഹചര്യങ്ങൾക്കനുസരിച്ചുണ്ടാവും. ഞങ്ങൾ വികസനത്തിൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യണമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. പ്രധാനമായും തൃപ്പൂണിത്തുറ വളരെ സങ്കടത്തിലാണ് ഞങ്ങളെല്ലാവരും, തൃപ്പൂണിത്തുറ നിവാസികളാകെ. കാരണം കഴിഞ്ഞ 5 വർഷം ഈ കേരള സംസ്ഥാനത്ത് 140 മണ്ഡലങ്ങൾക്കകത്തും വലിയ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിലുണ്ട്. ഒട്ടനവധിയായ വികസന പ്രവർത്തനങ്ങൾ നടത്തി പോന്നിട്ടുണ്ട്. പക്ഷേ തൃപ്പൂണിത്തുറയെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ സങ്കടമാണുള്ളത്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നമ്മുടെ MLA ഞാൻ പണി നിർത്തി എന്ന് പറഞ്ഞു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ശ്രീ കെ ബാബു അത് മാതൃകയല്ലേ കാണിച്ചത്? വളരെ മാതൃകയാണ്. ഒന്നും ചെയ്യാതിരുന്നിട്ട് ഇടയ്ക്ക് വെച്ച് പണി നിർത്തി പോയിട്ട് പകരം ഞാൻ ഒരാളെ ഉണ്ടാക്കി തന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നിങ്ങളാണ് ഭരിക്കണത്. അല്ല, പകരം ഒരാളെ ഉണ്ടാക്കി തന്നിട്ടാ പറഞ്ഞത്. 5 കൊല്ലം നശിപ്പിച്ച് കളയാണ് തൃപ്പൂണിത്തുറ നിവാസികൾ. ഉദാഹരണം പറയാം. ഇല്ല, അല്ല, പ്രതിപക്ഷ റിക്വസ്റ്റ് കൊടുക്കണ്ടേ? ഒരു കത്ത് കൊടുക്കണ്ടേ? മിനിമം ഒരു കത്ത് കൊടുക്കാൻ തയ്യാറാകണ്ടേ? കഴിഞ്ഞിട്ടില്ല. ഞാൻ ഉദാഹരണങ്ങൾ പറയട്ടെ. ഈ വളന്തകാട് പാലം, ഞങ്ങൾ മരട് നിവാസികൾക്കടുത്ത് മാങ്കായ് സ്കൂള്, ഈ സ്കൂളിൻ്റെ ഒക്കെ അവസ്ഥ ഒന്ന് കാണേണ്ടതാണ്. ഈ വൈക്കണ്ടോട് തൃപ്പൂണിത്തുറ കഴിഞ്ഞ് അങ്ങോട്ട് പോകാനുള്ള സാഹചര്യമില്ല. ഇത്തരം വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ മുട്ടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 5 വർഷം കെ ബാബു ഇവിടെ പ്രവർത്തിച്ചത്. മരണ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ജിനാസ് ഒരു പ്രശ്നം എന്താണെന്നറിയോ? പലപ്പോഴും ഈ കിഫ്ബി ഒന്നും ഞങ്ങൾക്ക് വേണ്ട, കിഫ്ബി ശരിയല്ല എന്ന നിലപാട് സ്വീകരിച്ചത് കൊണ്ട് പല മണ്ഡലങ്ങളിലും പ്രതിപക്ഷം ഇരുന്ന പല മണ്ഡലങ്ങളിലും ജയിച്ചു വന്ന മണ്ഡലങ്ങളിലും വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല എന്നുള്ള പരാതിയുടെ ബാക്കിയാണ് അദ്ദേഹം പറഞ്ഞത്. ആ ചേട്ടൻ്റെ പരാതി എന്തായാലും കഴിഞ്ഞ 5 ടേമിനടുത്ത് കെ ബാബു ഇവിടെ MLA ആയത് കല്യാണ വീട്ടിലും മരണ വീട്ടിലും മാത്രം പോയിട്ടാണെന്ന്. ഒരു മിനിറ്റ്, ചേട്ടനവിടെ ഇരിക്കും, മറുപടി പറയട്ടാ. ചേട്ടനവിടെ ഇരിക്കേ. ചേട്ടൻ അന്ന് ചേട്ടൻ വന്ന് പറ. ചേട്ടൻ മറുപടിയാക്ക്. ചേട്ടൻ അവിടെ മറുപടി എടുക്കുക. ആ അഭ്യാസം കയ്യിൽ വെച്ചാൽ മതി. ചേട്ടനവിടെ ഇരിക്കും. ചോദ്യം വന്നല്ലോ. ചേട്ടനവിടെ ഇരിക്കും. ചേട്ടനവിടെ ഇരിക്കുന്നത് മറുപടിയാക്കല്ലേ? അല്ല, ചേട്ടന് മറുപടി വേണ്ടേ? പിന്നെ എങ്ങനെ ചേട്ടൻ ആഗ്രഹിക്കുന്ന മറുപടി പറയാനല്ല ഞാനിവിടെ ഇരിക്കുന്നത്. ഇതേ ചേട്ടൻ ആഗ്രഹിക്കുന്ന മറുപടി പറയാനല്ല ഞാനിവിടെ വന്നിട്ടുള്ളത്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടുത്തെ ഈ ഗ്രാമങ്ങളെയും ഇവിടുത്തെ പട്ടണത്തെയും ഇന്നിൻ്റെ ഈ രൂപമാക്കിയത് കെ ബാബു ആണെന്നുള്ളത് ഇവിടെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. ഇവിടുത്തെ സർക്കാർ ആശുപത്രി ഉൾപ്പെടെ ഇവിടുത്തെ സർക്കാർ സ്കൂൾ ഉൾപ്പെടെ പുതിയ കെട്ടിടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കെ ബാബുവിൻ്റെ കാലഘട്ടത്തിലാണ്. ഇവിടെ M സ്വരാജ് 5 കൊല്ലം MLA ആയപ്പോൾ 1ാം പിണറായി സർക്കാരാണ്. ആ കാലഘട്ടത്തിൽ ഇവിടെ എന്ത് വികസനം ഉണ്ടായിട്ടുണ്ടെന്ന് ഇവരാണ് ചൂണ്ടിക്കാണിക്കേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടുത്തെ ഈ മെട്രോ വന്നതുൾപ്പെടെ തൃപ്പൂണിത്തുറയിൽ സഹോദരൻ കേക്കൂ. ആലുവെന്ന് ആരംഭിച്ച മെട്രോയുടെ ഫസ്റ്റ് സ്ട്രെച്ച് കഴിഞ്ഞത് തൃപ്പൂണിത്തുറയിലാണ്. അത് കെ ബാബു മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ്. നിങ്ങളിത് പറയുമ്പോൾ ഒരു കാര്യം പറയാം. കെ ബാബു കഴിഞ്ഞ 5 വർഷം എന്ത് ചെയ്ത് ചോദിച്ചത് പ്രസക്തമായ ഒരു ചോദ്യമാണ്. കാരണം അത് പിണറായി സർക്കാരിൻ്റെ കാലഘട്ടമാണ്. പിണറായിയുടെ സ്വന്തം ആള് മന്ത്രിയായിട്ടുള്ള എറണാകുളം ജില്ലയിൽ P. രാജീവ് ഉണ്ട്. ചേട്ടൻ ഒന്ന് കളമശ്ശേരിയിൽ കൂടെ എൻ്റെ കൂടെ വാ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഭരണകക്ഷിയിലെ മന്ത്രിയും പ്രതിപക്ഷത്തെ MLAയും തമ്മിലുള്ള വ്യത്യാസം. അതിൻ്റെ ഒരു കുഴപ്പമാണെന്നേ. ഈ കഴിഞ്ഞ ദിവസേ മാധ്യമപ്രവർത്തക ഇപ്പോൾ KPCCയുടെ മറ്റേ സണ്ണി ജോസഫ് ഉണ്ടല്ലോ, UDFൻ്റെ കൺവീനർ, അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചു. താങ്കൾക്ക് ഈ മണ്ഡലത്തിലെല്ലാം
ഇങ്ങനെ നടക്കാൻ കഴിയുന്നുണ്ടോ, ഓടിയെത്താൻ സമയം കിട്ടുന്നുണ്ടോ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ, ഈ മണ്ഡലം ഈ റോഡെല്ലാം വളരെ ഭംഗിയായിട്ട് അപ്പൊ ഉണ്ടെന്നാണ്. അദ്ദേഹം പറഞ്ഞത് ശരിയല്ല. അപ്പോൾ അതായത് പ്രതിപക്ഷ മണ്ഡലങ്ങളിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു എതിർപ്പുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് വെച്ചിട്ടില്ല. അത് ഞാൻ പറഞ്ഞുതരാം. കേരളത്തിന്റെ ചരിത്രത്തിൽ വി കെ ഇബ്രാഹിം കുഞ്ഞ് പൊതുമരാമത്ത് വകുപ്പ് ആയപ്പോഴാണ് കേരളത്തിൽ ഏകദേശം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇവിടെ BMBC നിലവാരത്തിൽ റോഡുകൾ ഉണ്ടായത്. ഇനി അർഷൻ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. അല്ല, ഒരു മിനിറ്റ്, നിങ്ങൾ കൂപിക്കോ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു സത്യമായ യാഥാർത്ഥ്യം. ഇവിടുത്തെ PWD റോഡുകൾ BMBC നിലവാരത്തിലാക്കി സർക്കാർ ഉത്തരവിട്ട് അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഉള്ളവർക്കും അത് തന്നെ ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. ഇവരുടെ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ ആദ്യമായി BMBC വന്നത് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലാണ്. കണ്ണൂരിലെ തലശ്ശേരി കോടിയേരി ബാലകൃഷ്ണൻ തലശ്ശേരിയിൽ നിന്നും കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി അതിനുശേഷം വീണ്ടും MLA ആയി. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി. അന്നാണ് ആദ്യം ഒരു സർക്കാർ കോളേജ് അവിടെ ഉണ്ടാകുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ. ഞാനത് കുഴപ്പമില്ല, ഞങ്ങൾക്ക് വികസനത്തിന് രാഷ്ട്രീയമില്ല, ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കും, നടന്ന വികസനങ്ങൾ വരെ കല്ലന്വേഷിച്ച് പോകുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു ചരിത്രം ഉള്ളതുകൊണ്ട് ഇതിന് ഞാൻ മറുപടി പറയുന്നില്ല. നിങ്ങൾ കളമശ്ശേരിയിലെ ജുഡീഷ്യറിയൊക്കെ സിറ്റി നോക്ക്. നിങ്ങൾ ജുഡീഷ്യറി സിറ്റി എങ്കിലും കാണുമെന്ന് കല്ലിട്ടിട്ട് പോലുമില്ല. പല പദ്ധതികൾക്കും തട്ടിപ്പാണ് ചേട്ടാ. ഫ്ലെക്സ് മന്ത്രിമാരാണ് ഇപ്പോൾ ഫ്ലെക്സ് മന്ത്രിമാര്. ഇതിലൊറ്റ കാര്യമുള്ളൂ. ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം ഇവിടെ ഇരിക്കുന്ന ആളുകളും വൈറ്റ്ല ജംഗ്ഷനിൽ കൂടി കടന്നു പോകുമ്പോൾ ഈ രണ്ട് പാർട്ടിയുടെയും ഈ പറഞ്ഞ മന്ത്രിമാരെയൊക്കെ സ്മരിക്കുന്നുണ്ട്. നല്ല ബുദ്ധിമുട്ടി ഓരോ ദിവസവും 1 മണിക്കൂർ 2 മണിക്കൂർ കിടക്കുമ്പോൾ നല്ല രീതിയിൽ സ്മരിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ ആദ്യം ചോദിച്ച ഡീലിനെ പറ്റി ഒരു മറുപടി പറയട്ടെ. അത് മറുപടി പറയട്ടെ. ഇവര് തൃപ്പൂണിത്തുറയുടെ കാര്യത്തിൽ ഇപ്പൊ മറുപടി പറയുന്നു. ഡീലിനെ സംബന്ധിച്ച് മറുപടി പറയുമെന്ന് പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെ പറ്റി ഇവർ മറുപടി പറയുന്നു. പറയട്ടെ. ഇവർ ആ എയിംസിനെ പറ്റി പറയാന്നേ, ഞങ്ങൾ പറയാന്നേ. ഞാൻ ചോദിച്ച കാര്യത്തിൽ ഇവർ പറയട്ടെ. ഇവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ വീഴ്ചെടുത്തതിന്റെ ഡീലിനെ പറ്റി നിങ്ങൾ എന്തുകൊണ്ട് മറുപടി ജനങ്ങളോട് പറയുന്നില്ല? അത് പറയാതില്ലെങ്കിൽ ജനങ്ങൾ മനസ്സിലാക്കിക്കോളും. മറുപടി പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പിൽ ഇതൊരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. നിങ്ങളുടെ കേരളത്തിലെ വികസനം ഉണ്ടെങ്കിൽ പറ, കേന്ദ്രത്തിന്റെ വികസനം പറ. എനിക്ക് പറയാൻ കഴിയില്ല. നമുക്ക് സമയത്തിന്റെ കുറവില്ലേ? സമയത്തിന്റെ കുറവില്ലേ? സമയത്തിന്റെ കുറവുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃപ്പൂണിത്തുറയെ പറ്റി സംസാരിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകണം. അടുത്ത ചോദ്യത്തിലേക്ക് വളന്തകാടിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചല്ലോ. വളന്തകാടിനെ പറ്റി ഒരാൾ സൂചിപ്പിച്ച് അദ്ദേഹത്തിനോട് ചോദിക്കും, അദ്ദേഹത്തിന് അതിനു മുമ്പിരുന്ന MLA M സ്വരാജിനെ കുറിച്ച് സംസാരിക്കണ്ടേ? അപ്പോ MLA സ്വരാജ് 5 വർഷം ഇരുന്നിട്ട് ഇത് എന്തുകൊണ്ട് പൂർത്തിയാക്കിയില്ല? അതിനെ കുറിച്ച് പറയും. ഒരാളുടെ മാത്രമല്ലല്ലോ. പറഞ്ഞോട്ടെ. 46 കുടുംബങ്ങൾക്ക്, പട്ടികജാതി കുടുംബങ്ങൾക്ക് അവിടേക്ക് ഗതാഗത യോഗ്യമായിട്ടുള്ള സൗകര്യം ഒരുക്കാൻ സ്വരാജ് 6.25 കോടി രൂപ അത് ഇവിടെ ഇടുകയും അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അതിനുശേഷം തുടർന്ന് കൊണ്ടുവരുമെന്ന് ഞങ്ങളുടെ കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കും. അതിനു വേണ്ടിയിട്ട് നടപ്പാക്കും. എയിംസ് നടപ്പാക്കുക. അതിനുള്ള അടിസ്ഥാന സൗകര്യം അത് ഏറ്റുകൊടുക്കേണ്ടത് നിങ്ങളാണ്. ഏറ്റെടുത്ത് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കേണ്ടത് നിങ്ങളാണ്. സുരേഷ് ഗോപിയുടെ കമന്റ് ഞാനിപ്പോ അങ്ങനെ പറയുവാണെങ്കിൽ നിങ്ങളൊരു കാര്യം നോക്കിയാൽ മതി. നിങ്ങൾ ഈ പറയുന്ന ആരോപണങ്ങൾ പോലെയല്ല. ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓരോ വികസന പദ്ധതികളും എണ്ണി നടപ്പാക്കിയിട്ടുണ്ട്. അത് നടക്കില്ല.
ജിന്നാസ് അത് കൊടുക്കാത്തത്. അതിന് സ്ഥലം ഏറ്റു അതെ, അത് കൊടുക്കാത്തത് ഗവൺമെന്റ് ഏതായാലും ആണെന്നേ. പ്രഖ്യാപിച്ചിട്ടില്ല. എന്ന് പ്രഖ്യാപിക്കാൻ നിങ്ങൾ ഇനി സ്ഥലം എന്നാ? ഏറ്റു കൊടുക്കൂ. ഇനി സ്ഥലം എന്നാ? ഏറ്റെടുത്ത് കൊടുക്കാതെ സ്ഥലം നിങ്ങൾ ഏറ്റെടുത്ത് ഇതിനെ കൊടുക്കാതെ സ്ഥലം 2022 സ്ഥലം സ്ഥലം ഏറ്റെടുത്ത് ഏറ്റെടുത്ത് പ്രഖ്യാപിച്ചാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ കൊണ്ട് നടക്കില്ല. നിങ്ങൾക്ക് സുഹൃത്തെ, അതിനെക്കുറിച്ച് വളരെ നിങ്ങളെ കൃത്യമായിട്ട് കൊണ്ടൊന്നും അറിയാം. നടക്കില്ല. 600 ഏക്കർ വെറുതെ സ്ഥലം ചർച്ച ഏറ്റെടുക്കാൻ ചെയ്യണ്ട. പറഞ്ഞിട്ട് എത്രയോ പേരെടുത്ത് നിങ്ങൾ പറയൂ. 600 ഏക്കർ സ്ഥലം 600 ഏക്കർ 600 സ്ഥലം ഏക്കറിന് താഴെ മറ്റ് സംസ്ഥാനങ്ങൾക്കകത്ത് എയിംസ് അനുവദിക്കുമ്പോ കേരളത്തിൽ 600 വേണമെന്ന് ചാട്ടി എന്താ നടപ്പിലാക്കാതിരിക്കാനാണ്. ഇതാണ് ഈ മനസ്ഥിതി. നടപ്പിലാക്കാതിരിക്കാനാണ്. ആദ്യം കേരളം ആദ്യം ആവശ്യപ്പെട്ട സ്ഥലം നിങ്ങളിവിടെ ദേശീയപാത 60 മീറ്റർ തിട്ടപ്പെടുത്തി വരുമ്പോ ഇവരെന്താ പറയണേ? ഞങ്ങൾക്ക് 30 മീറ്റർ മതി. അല്ല 45 മീറ്റർ ഇതാണ് അതല്ല, നിലപാട്. അതല്ല. 30 അവരാ പറഞ്ഞത്. ഇവിടെ 45 ഇവിടെ. 45 മീറ്റർ അവിടെ വേണമെന്നും 30, ഇവിടെ കേരളയിൽ 45, ഇവിടെ വേണമെന്നൊക്കെ 65. പറയുന്നത് ഇടതുപക്ഷമാണ്. അല്ലെന്നേ, അയ്യോ, sorry. ഇവിടെ ബാക്കിയുള്ള സംസ്ഥാനത്ത് എല്ലായിടത്തും ഇവിടെ ദേശീയപാതയ്ക്ക് വേണ്ടിയിട്ട് 60 മീറ്റർ സ്ഥലം ഏറ്റെടുക്കാൻ പറയുമ്പോൾ ഇവരുടെ നിലപാടെന്താ? ഇവര് പ്രമേയം പാസ്സാക്കി എന്തിനാ? 45 മീറ്റർ ആയിട്ട് ചുരുക്കണമെന്ന് പറഞ്ഞ ആളുകളാ. അതുകൊണ്ടാണ് ഇവിടെ മറ്റ് സംസ്ഥാനങ്ങളോട് കേരളത്തെ തരണം ചെയ്യാൻ പറ്റുമോ? കേരളം കൊച്ചു സംസ്ഥാനമാണ്. മറ്റ് സംസ്ഥാനങ്ങളെ പോലെ കേരളത്തെ തുല്യം ചെയ്യാൻ പറ്റുമോ? ആരോടാ ചേട്ടാ? ഇത് പ്രത്യേകിച്ച് ആരോടില്ല. കാരണം കൂടുതലായിട്ട് എനിക്ക് UDF-ന്റെ പ്രതിനിധിയോട് ചോദിക്കാനുള്ളത്, ഇവിടെ ഇത് നമ്മൾ തൃപ്പൂണിത്തുറ മണ്ഡലത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇവിടെ ചർച്ച ചെയ്യണ കളമശ്ശേരിയിലെ കാര്യം. കാരണം UDF-കാർക്ക് ഈ മണ്ഡലത്തെ പറ്റി ഒരു വികസന പ്രവർത്തനം പറയാനില്ലാത്തതുകൊണ്ടാണ് ഈ ചർച്ച വഴിമാറ്റി കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഡീലിൻ്റെ കാര്യം പറഞ്ഞ്, അതുപോലെ SDPIയുടെ കാര്യം പറഞ്ഞ്, ഇതൊന്നുമല്ല ഇവിടെ ചർച്ച ചെയ്യണം. ഈ തൃപ്പൂണിത്തുറയുടെ വികസനമാണ് ചർച്ച ചെയ്യേണ്ടത്. അതെന്തുകൊണ്ടാണ് UDF-കാർ അതിന് ചർച്ചയ്ക്ക് മുൻകൈ എടുക്കാത്തത്? കാരണം ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. 5 വർഷം ഈ കല്യാണ വീടും മരണ വീടും നടക്കുകയല്ലാതെ ഇവിടുത്തെ MLA ഒരു വികസന പ്രവർത്തനം ചെയ്യില്ലെന്ന് അതിന് ഉദാഹരണമാണ് ഇവിടുത്തെ നമ്മുടെ അടുത്ത ഈ ഗവൺമെന്റ് സ്കൂളിലെ സ്ഥിതി. അതുപോലെ ഞാൻ വളന്തകാട് താമസിക്കുന്ന ഒരാളാണ്. അവിടെ 2020 M സ്വരാജ് 6.25 കോടി രൂപ പൂത്തോട്ടം മുതൽ പള്ളിരുത്തൂരെ കൊടുക്കുന്ന ഫണ്ടാണ്. ഒരു ഗ്രാമത്തിലെ 172 ജീവികൾക്ക് വേണ്ടി മാത്രം ചെലവഴിച്ചാണ്. അതായത് 45 വീടുകാർക്ക് മാത്രം. ഒരു MLA ചെയ്യില്ല, ലോകത്തിൽ ഒരാളും ചെയ്യില്ല. അങ്ങനെ ചെയ്ത് പാലം 2020 പണി തുടങ്ങി. ഇപ്പോൾ 2026 ഈ MLA ഇപ്പം നമ്മുടെ നിലവിലുള്ള ലെവൽ എന്ത് ചെയ്തു എന്ന് അറിയാൻ താല്പര്യമുണ്ട്. ഞാൻ ചോദിക്കാൻ പോകുന്നത് മെയിനായിട്ടൊരു കാര്യമാണ്. നമ്മുടെ അല്ല, UDF-ഉം LDF-നോടാണ് ചോദ്യം. 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക്, അതായത് ഇനി അങ്ങോട്ട് പോകുന്ന കാലഘട്ടങ്ങളിൽ ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെയുള്ള ജനങ്ങൾക്ക്, അതായത് 70 വയസ്സ് കഴിഞ്ഞവർക്ക് ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടും ഇവിടുത്തെ കോൺഗ്രസ് ആയിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിക്കോട്ടെ ഈ 70 വയസ്സ് കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ട് ഇത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് നിയമസഭയിൽ ഒരു കാര്യത്തിനും നിങ്ങൾ മുൻകൈ എടുത്തിട്ടില്ല. ഒന്ന്, ഈ എയിംസ് വന്നെന്ന് ചോദിച്ചു. ഈ 70 വയസ്സ് കഴിഞ്ഞവർക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയാണ്. അത് ഈ കേരളത്തിലുള്ള എല്ലാവർക്കും കിട്ടും. കേരളത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ അത്ര ആളുകൾക്ക് കിട്ടുന്നതാണ്. ഇനി അടുത്ത കാര്യം കൂടി, വിദ്യാഭ്യാസപരമായിട്ട് കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ, അതായത് ഇപ്പം MLA കോൺഗ്രസിൻ്റെ ഉണ്ടാവും, കമ്മ്യൂണിസ്റ്റ് ഉണ്ടാവും. കേന്ദ്രത്തിന് ആരോടും വിരോധമില്ല. നിങ്ങൾ ഏത് പദ്ധതി ചോദിച്ചാലും വിരോധമില്ല. നിങ്ങൾ ഏത് പദ്ധതി ചോദിച്ചാലും അത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇത് ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ വളന്തുകാടിനെ സംബന്ധിച്ച് 2 ബണ്ടുകളുണ്ട്. ബണ്ടുകൾ അത് നിങ്ങൾ ഇവിടുന്ന് അല്ലെങ്കിൽ ഒന്നുകിൽ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ് ആയ MLA അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒരു ലെറ്റർ അയച്ചിട്ടുണ്ടെങ്കിൽ ആ ബണ്ട് നന്നാക്കാനുള്ള കാശുകളും അവിടുത്തെ വീടുകൾക്കും അത് ഒരു കാര്യമുണ്ട്. ജനങ്ങളല്ല ലെറ്റർ അയക്കേണ്ടത്. ഇതിന് ഞാൻ ഒരു കാര്യം തുറന്നു പറയാം. ഇവിടുത്തെ ജനങ്ങളുടെ വോട്ട് കിട്ടി അധികാരത്തിൽ വന്ന അധികാര വർഗ്ഗങ്ങൾ വേണം ലെറ്റർ അയക്കാൻ. ജനങ്ങൾ ഇവിടുന്ന് പലതിനും ലെറ്റർ അയച്ചാലും ഒന്നും ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഈ 2 പേർക്കും ഒരു മറുപടി കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യം പറഞ്ഞ ആ ചേട്ടൻ, അദ്ദേഹം പറഞ്ഞത് M സ്വരാജ് എന്തോ ആരംഭിച്ചിട്ട് 2015-16 ആരംഭിച്ചു, 26 വളന്തകാട്ടിലേക്കുള്ള 45 കുടുംബങ്ങൾക്ക് 6.5 കോടി അനുവദിച്ചു. പക്ഷേ പിന്നീട് കഴിഞ്ഞ 5 വർഷം അതിന്റെ പണി നിന്നു. അതായത് M സ്വരാജിന്റെ പാലല്ലേ? മറുപടി പറയട്ടെ. നിങ്ങൾ മറുപടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നിശബ്ദരാവാ. അദ്ദേഹം പറഞ്ഞത് M സ്വരാജിന്റെ കാലഘട്ടത്തിൽ ആ പാലത്തിന്റെ പണി ആരംഭിച്ചു, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കെ ബാബു എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അദ്ദേഹം ഫണ്ട് വകയിരുത്തി തുടങ്ങിയ പാലം ഇവിടെ നമുക്ക് ആർക്കെങ്കിലും ഇവിടുത്തെ സ്ഥലം MLA-ക്ക് മനഃപൂർവ്വം അദ്ദേഹത്തിന് അത് മുടക്കാൻ പറ്റില്ലല്ലോ. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇടതുപക്ഷത്തിന്റെ അല്ലേ? നമുക്കതിനകത്ത് എന്തെങ്കിലും ഇടപെടാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പിന്നെ അവിടെ പാലം, ഒരു മിനിറ്റ്, കെ ബാബു മുടക്കി എന്ന് പറയുന്നതിൽ തെറ്റാണ്.
ആ വാദം പൊളിഞ്ഞു. രണ്ടാമത്തെ ചെറുപ്പക്കാരൻ കേന്ദ്രത്തിന്റെ ഫണ്ട് മുഴുവൻ നിങ്ങൾ രണ്ടാമത്തെ ചെറുപ്പക്കാരൻ നിഷ്കളങ്കമായി, എനിക്ക് തോന്നുന്ന ചെറുപ്പക്കാരന്റെ മുഖം കണ്ടിട്ട് നിഷ്കളങ്കനാണ്. അദ്ദേഹം അറിയാതെ പറഞ്ഞു, ഈ കേന്ദ്രത്തിന് ആരോടും ഒരു വിദ്വേഷമില്ലെന്ന്. എൻ്റെ പൊന്നാശാനെ നമ്മുടെ ഹൈബിയുടെ MP നരേന്ദ്രമോദിയോട് ഒരു ചോദ്യം ചോദിച്ചെന്ന് പറഞ്ഞ് പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയിട്ട് മാസം ഒന്നായി. നിങ്ങൾക്കറിയോ? ആ നിങ്ങളാണ് ഇവിടെ ഇരുന്ന് പറയുന്നത്. ആവശ്യമില്ലാത്ത ഒരു ചോദ്യമില്ല. പിന്നെ എന്താ പറയാ? നിങ്ങൾ എന്തെങ്കിലും പറയാ? പാർലമെന്റിൽ ചോദ്യം ചോദിക്കാൻ പാടില്ല. BJPയുടെ സഹോദര ഈ മിനിമം ശാഖയിൽ പോകുമ്പോ അവിടെ പാർലമെന്റിലെ നടപടിക്രമം എന്താണെങ്കിലും മനസ്സിലായി. ചോദ്യം ചോദിക്കാൻ പാടില്ല പാർലമെന്റിൽ. ഏറ്റവും വലിയ പണി അതാണ് അവിടെ. അത് ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്നെ പൊന്നാശാനം. ഒരു വനിത 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 അതെ, എനിക്ക് UDF-നോടും BJP-യോടും കഴിഞ്ഞ 10 വർഷമായി കേരളം കാണാത്ത തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്ന അതിന് ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. നമ്മൾ നാളിതുവരെ ഒരു 10 വയസ്സുള്ള കുട്ടി ജനിച്ചതിന് ശേഷം കണ്ട കേരളം അതിന് മുമ്പത്തെ കേരളമായിട്ട് അജഗജാന്തരമാണ്. അങ്ങനെയുള്ളൊരു കേരളത്തിലൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ വികസനം എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യാതിരുന്നതെന്ന് അല്ലേ ചൂണ്ടിക്കാണിക്കേണ്ട രണ്ട് ടീമും. അതിന് മറിച്ച് ഇവരെന്താ ചെയ്യുന്നത്? എന്താണ് ഡീല് പറഞ്ഞ് വികസനത്തിന്റെ കാഴ്ചപ്പാട് ജനങ്ങളിൽ നിന്ന് മറക്കാനുള്ള തന്ത്രങ്ങളാണ് ഇവർ രണ്ടുപേരും ചെയ്യുന്നത്. നമുക്കറിയാം ഓണം പരീക്ഷക്ക് ഓണം നേരത്തെ വന്നുകൊണ്ട് പരീക്ഷ നടത്തിയില്ലെന്ന് പറഞ്ഞ സ്റ്റേറ്റ് ആണിത്. ആ സ്റ്റേറ്റിലാണ് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ടെക്സ്റ്റ് ബുക്ക് കൊടുത്തു വിടുന്നു. അപ്പൊ ഈ വികസനങ്ങൾ കാണാതെ ഡീല് പറഞ്ഞ് കളിക്കാനുള്ള ശ്രമം ഇവിടെ പോയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചേച്ചി ഒരു വിശ്വാസിയാണോന്ന് എനിക്കറിയില്ല. ഞാനിവിടെ ആദ്യം തന്നെ വികസനം ചർച്ച ചെയ്യാന്ന് പറഞ്ഞപ്പോഴും അവിടെ ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം കെട്ടത് ചർച്ച ചെയ്യേണ്ടെന്ന് ചേച്ചി പറഞ്ഞ ഞാൻ എങ്ങനെ അതൊരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു മതേതര വിശ്വാസി എന്ന നിലയിൽ ഞാൻ എങ്ങനെ അത് കേൾക്കാതിരിക്കണം? ഇവിടെ അയ്യപ്പന്റെ സ്വർണം കെട്ടാരെന്ന് അയ്യപ്പന്റെ സ്വർണം കെട്ടത് ചേട്ടന്മാർ കൂടി കേട്ടോ. അയ്യപ്പന്റെ സ്വർണം കെട്ട CPM-ന്റെ ജില്ലാ കമ്മിറ്റി മെമ്പർ ഇവര് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. ചേട്ടന് വല്ല പറയാനുണ്ടോ? അയ്യപ്പന്റെ സ്വർണം കെട്ട ജില്ലാ കമ്മിറ്റി മെമ്പർ പാർട്ടിയിൽ പുറത്താക്കിയിട്ടില്ല. കുറെ നേരം നോക്കണോ? ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഒന്ന് വഴങ്ങോ. ആ സോണിയാഗാന്ധി ഉണ്ടായില്ല, അതല്ലല്ലോ പറയുന്നത്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ. എനിക്കൊരു സമരമില്ലോ ശബരിമല വിഷയത്തില്. BJP-ക്ക് സമരമില്ല. അതാണ് ഡീല്. നിങ്ങൾ ജിംഷാദ ഇതൊക്കെ നാട്ടുകാർ കാണുന്നതല്ലേ? ഇവിടത്തെ ശബരിമല വിഷയത്തിൽ ആരാണ് ഇടപെട്ടിട്ടുള്ളത് എല്ലാവർക്കും അറിയാം. ഇവിടെ അതിന്റെ പേരിൽ ആർക്കൊക്കെയാണെന്ന് കേസുള്ളതെന്ന് അന്വേഷിച്ചാൽ തന്നെ അറിയാൻ പറ്റും ആർക്കാണെന്നുള്ളത്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ വെള്ളക്കുപ്പായി കൊണ്ടിട്ട് നിങ്ങളുടെ കുറെ നേതാക്കന്മാര് അവിടെ പോയി എന്തിടപെടൽ നിങ്ങൾ നടത്തി? ഒന്ന് വഴങ്ങണം. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കോൺഗ്രസ്സുകാരനോടാണ് ഞാൻ ചോദ്യം ഉള്ളത്. ഉത്തരം കിട്ടുമെന്ന് എനിക്കൊരു ഉറപ്പില്ലാതെ ഞാൻ ചോദിക്കുന്നത്. ഞങ്ങൾ പറയില്ല. വീട്ടിൽ വയനാടിന്റെ പ്രളയമായിട്ട് ബന്ധപ്പെട്ട് അവര് കേൾക്കുന്നില്ല എന്ന് പറയും. ലാസ്റ്റ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന സിമ്പിൾ ചോദ്യം, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. യു ക്യാൻ ആൻസർ സിംപ്ലി. എത്ര ഫണ്ട് നിങ്ങൾ വയനാട് ദുരന്തത്തിന് വേണ്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ട് പിരിച്ചു? കോൺഗ്രസ് പിരിച്ച ഫണ്ടിനെ നിങ്ങൾ ദയവ് ചെയ്ത് ഇങ്ങനെ പിടിക്കണം. ചോദ്യകർത്താവേ, താങ്കൾ ഉദ്ദേശിച്ചത് യൂത്ത് കോൺഗ്രസിന്റെ ഫണ്ടാണോ അതോ കോൺഗ്രസിന്റെ ഫണ്ടാണോ? യൂത്ത് കോൺഗ്രസിന് അല്ല, ഞാൻ ചോദിക്കുന്നത്
ക്ലാരിറ്റി ആണെങ്കിൽ വേണ്ട, ഡയറക്റ്റ് ആണ്. കേക്ക് ഞങ്ങള് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി 1,05,00,000 രൂപ പിരിച്ചിട്ടുണ്ട്. 30 വീടിനാണ് പിരിച്ചിട്ടുള്ളത്. അതിന്റെ ആദ്യഘട്ടമാണ് പിരിവ് നടന്നിട്ടുള്ളത്. അത് ഞങ്ങൾ ഇവിടെ പായസം വിറ്റും ബിരിയാണി ചലഞ്ചൊക്കെ വെച്ചാണ് ചെയ്തിട്ടുള്ളത്. ആ പൈസ KPC പ്രസിഡന്റിന് എറണാകുളത്ത് രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ ചെക്ക് കൈമാറിയിട്ടുണ്ട്. 2 കോൺഗ്രസ് 4 കോടി രൂപ KPCC പിരിച്ചത് ഞങ്ങൾ അവിടെ സ്ഥലം വാങ്ങി. കോൺഗ്രസ് വയനാട് രാഹുൽ ഗാന്ധി വന്ന് തറക്കല്ലിട്ട് അതിന്റെ പണികൾ ആരംഭിച്ചിരിക്കുകയാണ്. എന്താ സംശയം? നാട്ടുകാർ സംശയിക്കുന്നത് വടക്കാഞ്ചേരി പോലെയുള്ള കഴിഞ്ഞ മാസം രാഹുൽ ഗാന്ധി വരുന്ന ജില്ലകളിൽ നമുക്ക് ഈ ചർച്ചകളുടെ മറ്റ് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമുക്ക് തേടാവുന്നതൊഴികെ നമുക്ക് തൽക്കാലം ഇത് ഈ നേട്ടിൽ അവസാനിപ്പിക്കാനേ കഴിയൂ. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും. നമ്മൾ ഈ പൊളിറ്റിക്കൽ മാസ് ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുന്നു. ബാക്ക് ടു സ്റ്റുഡിയോ.